ഹായ് എവറി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അനൗൺസ് ചെയ്തതുപോലെ ജെയ് മോക്ക് സീരീസ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ എക്സാം ഡേറ്റുകൾ നിങ്ങൾക്കറിയാം. ജാനുവരി 13, 15, 17, 19, 21 ഈ ഡേറ്റുകളിലാണ് നടക്കുന്നത്. സോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എല്ലാവരും ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ജെയുടെ മോക്ക് സീരീസ്, ഫിസിക്സിന്റെ മോക്ക് സീരീസ് വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളൊരു PDF ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. എക്സാക്ട്ലി ജെയ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതേപോലെ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കറക്റ്റ് പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 25 ക്വസ്റ്റ്യൻ ആണുള്ളത്. സെക്ഷൻ എ, സെക്ഷൻ ബി. അതിൽ സെക്ഷൻ എയിൽ 20 ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് 5 ക്വസ്റ്റ്യനാണ്. അങ്ങനെ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. എക്സാക്ട് ആ ഫോർമാറ്റിൽ തന്നെ നമ്മുടെ എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റൈറ്റ് നൗ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ അപ്ലോഡ് ചെയ്യുക, എക്സാം എഴുതുക. ഇവിടം കൊണ്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എക്സാം എഴുതിയിട്ട് തിരിച്ചു വരിക. അതിനുശേഷം ഈ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷന്റെ എക്സ്പ്ലനേഷൻ പ്രോപ്പർ ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളോ ഇക്വേഷൻസോ കോൺസെപ്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി പോവുക. പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയുന്നു, എക്സാം വളരെ സീരിയസ് ആയിട്ട് എഴുതുന്നവര് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രം അതിനൊരു മണിക്കൂർ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. പക്ഷെ ചിലവരുണ്ട്, മേ ബി ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കോൺഫിഡൻസ് കാണത്തില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോ കാണാം, അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. സോ എല്ലാവരും ഞാൻ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക, നിങ്ങളുടെ എക്സാംസ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ആൻ AC സർക്യൂട്ട് ദ ഇൻസ്റ്റന്റേനിയസ് കറന്റ് ഈസ് 0. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്താ? ഇൻസ്റ്റന്റേനിയസ് കറന്റ് 0 ആണ്. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, AC സർക്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം, I = I0 sin omega t. I = I0 sin omega t. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അതിൽ അവർ പറയുന്നുണ്ട് കറണ്ട് എത്രയാ? 0 ആണ്. മക്കളെ കറണ്ട് 0 ആണ്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് 0 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ I എന്ന് പറഞ്ഞ ടൈം 0 ആണെങ്കിൽ എന്തായാലും I0 0 ആവത്തില്ല. അപ്പൊ ആര് 0 ആയി? സൈൻ ഒമേഗ ടി 0 ആയി. ആണോ? സൈൻ ഒമേഗ ടി 0 ആവണം. സൈൻ ഒമേഗ ടി 0 ആവണം. സൈൻ ഒമേഗ ടി 0 ആവണമെങ്കിൽ ഒമേഗ ടി എത്രയാ? സൈൻ 0 ആണ് 0. സോ ഒബ്വിയസ്ലി ഒമേഗ ടി ഫേസ് 0 ആയിരിക്കും. അതായത് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, കറണ്ടിന്റെ ഇപ്പം റൈറ്റ് നൗ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ബാക്കി വായിച്ചു നോക്ക്. വെൻ ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഈസ് മാക്സിമം. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് മാക്സിമം ആയെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കറണ്ട് 0-ൽ നിൽക്കുന്ന അതേ സമയത്ത് വോൾട്ടേജ് മാക്സിമത്തിലാവണമെങ്കിൽ അവര് തമ്മിൽ 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇത് സൈനിലാണെങ്കിൽ അതേ പോയിന്റില് വോൾട്ടേജ് മാക്സിമം ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ കോസിലായിരിക്കണം. അപ്പൊ വോൾട്ടേജിന്റെ ഇക്വേഷൻ V = V0 cos ഒമേഗ ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ V = V0 sin ഒമേഗ ടി മൈനസ് π/2. അപ്പൊ ഫേസ് ഡിഫറൻസ് π/2 ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കറണ്ടിന്റെ ഇക്വേഷനും അതേപോലെ നമ്മൾ എഴുതി ഈ വോൾട്ടേജിന്റെ ഇക്വേഷനും നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ആർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടുത്തെ ഫേസ് ഒമേഗ ടി ആവുമ്പോൾ ഇവിടെ ഒമേഗ ടി മൈനസ് π/2, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന്. അതായത് കറണ്ടും വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്നത് എപ്പോഴാ? റെസിസ്റ്റർ ഉള്ളിലാണോ? ഒരിക്കലും അല്ല. ദേ ആർ ഇൻ ദ സെയിം ഫേസ് ആണ്. ഒരു ഇൻഡക്ടർ ഉള്ളി ആവാം, ഒരു കപ്പാസിറ്റർ ഉള്ളി ആവാം, അല്ലെങ്കിൽ അവരുടെ കോമ്പിനേഷനും ആവാം. സോ പ്യുവർ ഇൻഡക്ടർ ഉള്ളി ആവാം, പ്യുവർ കപ്പാസിറ്റർ ഉള്ളി ആവാം, കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആവാം. സോ ആൻസർ ACD വരുന്ന കോമ്പിനേഷൻ എടുക്കണം. ACD ACD അല്ലല്ലോ, ABD. C റെസിസ്റ്റർ അല്ലേ? ABD. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 3 ABD ഓൺലി. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്തു പോകാൻ പറ്റും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കുറച്ച് ലോജിക് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെയ്യാനുണ്ട് ഇല്ലെന്നല്ല. പക്ഷെ ശ്രദ്ധിച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് സെർട്ടൺ സ്പീഡ് ഫ്രം ദി ടോപ്പ് ഓഫ് എ
tower reaches the ground in t1 second. Okay, അപ്പൊ നമ്മളോട് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഓരോ കണ്ടീഷൻസ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ ഒരു ബോൾ എടുത്ത് എറിയുന്നു അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ സ്പീഡ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു ബോൾ എടുത്ത് മുകളിലോട്ട് എറിയുന്നു വിത്ത് എ സ്പീഡ് യു എന്ന് എടുത്തോളൂ. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഞാൻ h എന്ന് എടുക്കാൻ പോവാണ്. അപ്പൊ ഈ ബോൾ ഇവിടുന്ന് മുകളിൽ പോയി തിരിച്ച് ഗ്രൗണ്ടിലെത്തിയ ടൈം ആണ് അവര് t1 എന്ന് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ, അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്? ടൈം t1 ആണ്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം ദ സെയിം പോയിന്റ്. അപ്പൊ നിങ്ങൾ അടുത്ത കേസ് ആക്കി എടുക്കുന്നു. ഇവിടുന്ന് ഒരു ബോള് ഈ സെയിം പോയിന്റിൽ നിന്ന് താഴോട്ട് എടുത്തെറിഞ്ഞു വിത്ത് സെയിം സ്പീഡ് യു. അപ്പൊ ഉറപ്പായിട്ടും ഈ ടൈം ഇന്റർവെലും ഡിഫറെന്റ് ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും അല്ലെ. സെയിം സ്പീഡ് യു, അപ്പൊ എടുത്ത ടൈം ആണ് t2. അപ്പൊ രണ്ട് കേസിലും ടൈം ഇന്റർവെല്ലും ഇനിഷ്യൽ സ്പീഡ് സെയിം ആണ്, ഡിസ്പ്ലേസ്മെന്റ് സെയിം തന്നെയാണ്. കാരണം ബിൽഡിംഗിൽ നിന്ന് മുകളിലോട്ട് പോയാലും താഴോട്ട് എടുത്തെറിഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ആ സമയത്ത് ടൈം t2. ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഗ്രൗണ്ട് ഇഫ് ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെലോസിറ്റിയിലല്ല, ഡ്രോപ്പ് ചെയ്താൽ താഴെ എത്താൻ എടുക്കുന്ന സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഈ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകും. ഇക്വേഷൻ ഏതാ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. മക്കളെ, ഇത് എടുത്തെറിഞ്ഞത് മുകളിലോട്ടല്ലേ, അപ്പൊ എച്ച് എങ്ങോട്ടാ? താഴോട്ട്. എപ്പോഴും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണമല്ലോ. അപ്വേർഡ് ഉള്ള ക്വാണ്ടിറ്റി എല്ലാം പോസിറ്റീവും ഡൗൺവേർഡ് ഉള്ള ക്വാണ്ടിറ്റീസ് എല്ലാം നെഗറ്റീവ് എടുക്കാനാണ് നമ്മൾ പഠിക്കാറ്. തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുക. പക്ഷെ ജനറലി അപ്വേർഡ്, ഇതാണ് എറിയുന്ന സ്ഥലത്തെ ഒറിജിനും, അവിടുന്ന് അപ്വേർഡ് ഉള്ള ക്വാണ്ടിറ്റി എല്ലാം പോസിറ്റീവ്. അപ്പൊ മുകളിലോട്ട് ആരാ? യു. അപ്പൊ എസ് എങ്ങോട്ടാ? ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. അപ്പൊ എച്ച് എങ്ങോട്ടാ? താഴോട്ടാണ്. അപ്പൊ മൈനസ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു, കാരണം ഡൗൺവേർഡ് ഉള്ള ക്വാണ്ടിറ്റി നെഗറ്റീവ് എടുക്കണം, മൈനസ് എച്ച് ഈക്വൽ ടു യു ടി. യു മുകളിലോട്ടാണ്. അപ്പൊ യു ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ t1 ആണ്, മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. എന്താ നെഗറ്റീവ് ഇട്ടത്? t1 സ്ക്വയർ. ഫസ്റ്റ് കേസ് ആണ് t1 സ്ക്വയർ. എന്താ നെഗറ്റീവ് ഇട്ടത്? ജി ആക്ടിങ് ഡൗൺവേർഡ് ആണ്. അപ്പൊ അത് നെഗറ്റീവ് ഇട്ടു. ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. h is equal to മൈനസ് യു t1 പ്ലസ് ഹാഫ് ജി t1 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. വളരെ ഈസി ആയിട്ട് എഴുതാവുന്ന ഇക്വേഷൻ ആണ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? ഇനി അടുത്ത കേസിലേക്ക് പോവാം. ഈ ബോൾ എടുത്തെറിയുന്നത് താഴോട്ടാണ്. അപ്പൊ യു ഡൗൺവേർഡ് നെഗറ്റീവ്, എച്ച് ഡൗൺവേർഡ് നെഗറ്റീവ്, ജി ഡൗൺവേർഡ് നെഗറ്റീവ്. അപ്പൊ ഇതും മൈനസ് ആവും, ഇതും മൈനസ് ആവും, ഇതും മൈനസ് ആവും. അപ്പൊ ത്രൂ ഔട്ട് നിങ്ങൾ വീണ്ടും അതിനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാം പ്ലസ് ആയിക്കോളും. അപ്പൊ ഇനി മൈനസിൽ എഴുതാൻ നിൽക്കണ്ട. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? h is equal to u t2 plus half g t2 square. ഇക്വേഷൻ നമ്പർ 2. കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നു. ഈ ബോൾ എറിയുന്നത് താഴോട്ടാണ്. അപ്പൊ യു നെഗറ്റീവ്, ഹൈറ്റ് താഴോട്ട് തന്നെയാണ്, ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ് എടുക്കുന്നത്. അപ്പൊ എച്ചും നെഗറ്റീവ്, ജി ഓൾവേസ് നെഗറ്റീവ് ആണ്. അപ്പൊ എല്ലാത്തിനും മൈനസ് ഉണ്ട്. പക്ഷെ ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറി. ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ കിട്ടുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ജനറലി ഇത് എല്ലാവരും ചെയ്യാൻ പോകുന്നത്, നമ്മളോട് ചോദിച്ചത് എന്താണ്? ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഗ്രൗണ്ട് ഇഫ് ദ ബോൾ ഡ്രോപ്പ്ഡ് എന്ന. ബോൾ ഡ്രോപ്പ് ചെയ്താൽ താഴെ എത്താൻ എടുക്കുന്ന ടൈം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് 2h/g ആണ്. 2h/g ആണ്. അപ്പൊ ഇവിടെ h എന്നും g എന്നും പറഞ്ഞ ടൈം ഒന്നും ഓപ്ഷനിലില്ല. അപ്പൊ അതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടേണ്ടവരാണ്. ഇപ്പൊ സാധാരണ ഒരാൾ ചെയ്യുന്നത്, ഇതിന്റെ രണ്ടിന്റെ LHS സെയിം ആണ്. അപ്പൊ RHS ഇക്വേറ്റ് ചെയ്യും. RHS നമുക്ക് ഇവിടുന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ വാല്യൂ കൊണ്ട് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ടൈമിന്റെ ഇക്വേഷൻ കൊണ്ട് അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, എനിക്ക് ഇവിടോട്ട് നോക്കിയപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായത്, ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് കേസിൽ എച്ച് നെഗറ്റീവ് ആയിരുന്നു, യു പോസിറ്റീവ് ആയിരുന്നു, ജി നെഗറ്റീവ് ആയിരുന്നു. യെസ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിവിടെ നോക്കിക്കേ, ഞാൻ ഈ ഇക്വേഷനെയിലും കോമൺ ആയിട്ട് ഇവിടെ നോക്കി, ഇവിടെ ഒരു യു t1 ഉണ്ട്, ഇവിടെ ഒരു യു t2 ഉണ്ട്. ആക്ച്വലി ഇത് യു t1 പകരം ഇത് യു t1 t2,
ഇത് യു T1 T2 ആയിരുന്നെങ്കിൽ ഇത് ചുമ്മാ എടുത്ത് ആഡ് ചെയ്താൽ ഈ പ്ലസും മൈനസും ഒന്ന് വെട്ടിപ്പോവായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ഒരു T2 കൊണ്ടും ഈ ഇക്വേഷനെ ഒരു T1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനെ ഞാനൊരു T2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഒരു T2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ എങ്ങനെ വരും, LHS എങ്ങനെ വരും, HT2 അല്ലെ. LHS എന്ത്, എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് ആഡ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്താൽ മതി. അപ്പൊ ഇതെന്ത് വരും, HT2 which is equal to minus u T1 T2 plus half g T1 square into T2 എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷൻ നമ്പർ 2നെ നിങ്ങൾ T1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ എന്നാ വരും, HT1 which is equal to, ഞാൻ ഇതിനെ രണ്ടാമത്തെ ഇക്വേഷനെ T1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ HT1 which is equal to u T1 T2 plus half g T2 square into T1 എന്ന് വരും. കാര്യം T1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്താൽ നിങ്ങളിവിടെ നോക്കിയേ, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, കട്ടായി പോകും. അപ്പൊ തന്നെ ആ ടൈം ഈസി ആയിട്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ H കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു T1 plus T2 വരും, ഒരു ആഡാ ചെയ്തത്, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഇവിടെ എന്ത് വരും, ഇക്വേഷൻ കോമൺ ആയിട്ട് ആരെയൊക്കെ എടുക്കാം, ഒരു 1/2g. ഇവിടെ T1 T2 ഉണ്ട്, ഇവിടെയും T1 T2 ഉണ്ട്, ആണോ. അപ്പൊ എനിക്ക് ആരെയൊക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം, 1/2 into g into ഇത് നമ്മൾ ആഡല്ലേ ചെയ്യുന്നത് അല്ലേ, ഇത് ആഡല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ T1 T2 ഉണ്ട്, ഇവിടെ T1 T2 ഉണ്ട്. അപ്പൊ ഇവിടെ T1 T2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ പിന്നെ അഗെയിൻ T1 plus T2 നിൽക്കും. ശ്രദ്ധിച്ചു നോക്കണം, ഇവിടെ 1/2 ഉണ്ട്, g ഉണ്ട്, ഇവിടെ T1 T2 ഉണ്ട്, അത് ഞാൻ പുറത്തെടുത്തു. ഇവിടെയും T1 T2 ഉണ്ട്, അതും ഞാൻ പുറത്തെടുത്തു. അപ്പൊ കോമൺ ആയിട്ട് ഇവിടെ ആരുണ്ട്, ഇവിടുത്തെ ഒരു ബാലൻസ് വരുന്ന T1 സ്ക്വയറിന്റെ ഒരു T1 നിൽക്കും, ഇവിടെ ബാലൻസ് വരുന്ന T2 സ്ക്വയറിന്റെ ഒരു T2 നിൽക്കും. അത് ആഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി വെച്ചു, ബാക്കിയുള്ളവരെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ ഇവിടുന്ന് വേണ്ടേ T1 plus T2 കട്ട് ചെയ്യാം. ക്ലിയർ. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടിയത്, നമുക്കിപ്പോ കിട്ടിയ വാല്യൂ എന്താ, H is equal to എന്താ കിട്ടിയത്, G T1 T2 by 2 എന്ന് കിട്ടി അല്ലെ. H is equal to G T1 T2 by 2 എന്ന് കിട്ടി. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു √2h ഡിവൈഡഡ് ബൈ g എന്നായിരുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു √2 into h ആണ് ഈ കണ്ടുപിടിച്ചത്, G T1 T2 ഡിവൈഡഡ് ബൈ g. ഇവിടുന്ന് ഡിവൈഡഡ് ബൈ g അല്ലല്ലോ, ഡിവൈഡഡ് ബൈ ഇവിടെ 2 ഇല്ലേ, യെസ്, ഡിവൈഡഡ് ബൈ 2g. അപ്പൊ ഈ 2g കട്ടായി പോയി. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഫൈനലി കിട്ടും √T1 T2. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. √T1 T2 ഓപ്ഷൻ 2 ഈസി ആയിട്ട് എടുക്കാം. ക്ലിയർ. ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, നല്ല കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഈ മെത്തേഡ് ഫോളോ ചെയ്ത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇത് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈസി ആണെന്ന് തോന്നുന്നു. മേ ബി ഇതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡും കാണും. റൈറ്റ് നൗ എന്റെ മനസ്സിലേക്ക് ഈ സ്റ്റെപ്പ് പെട്ടെന്ന് വന്ന് ഞാൻ അങ്ങനെ ചെയ്യും. ക്ലിയർ. ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. The equivalent resistance between A and B. Equivalent resistance between A and B. ഈ സർക്യൂട്ട് സിസ്റ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കുക. ഒന്ന്, ഇത് ഇക്വിപൊട്ടൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് വരുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ മെത്തേഡ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് കാണാത്തവരോ അത് അറിയാത്തവർക്കോ വേണ്ടി പെട്ടെന്നൊന്ന് പറയുകയാണ്. ഇക്വിപൊട്ടൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നാൽ ആ നെറ്റ്വർക്കിനകത്ത് റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ച് ഉണ്ടോ എന്ന് നോക്കുക, അത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ കാണുന്ന ജംഗ്ഷനും അതേപോലെ ഈ കാണുന്ന ജംഗ്ഷനും ഇൻ ബിറ്റ്വീൻ ഈ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു ബ്രാഞ്ച് കാണാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് 1 എന്നും അതേപോലെ ഇവിടെയും റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു ബ്രാഞ്ച് അല്ലേ ഈ കാണുന്നത്. അപ്പൊ നമുക്കിതിനെ നമ്പർ ചെയ്യാം. ഇപ്പൊ ഈ പൊട്ടൻഷ്യൽ ഈ പോയിന്റ് 1 ആണെങ്കിൽ ഈ പോയിന്റിനെ നമുക്ക് 1 എന്ന് വേണേ വിളിക്കാം. കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആണ്. ഇക്യു പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ച് കൊണ്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 2 ആണ്, ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും 2 ആണ്. എന്താ കാര്യം, റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ച് കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്.
ഇനി അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് വന്നാൽ അത് ഈ 10 കൂടെ ഈ 5 കൂടെ അങ്ങ് കയറും. ഈ 10 കൂടെ കയറി ഈ 5 കൂടെ കയറും. അപ്പൊ ഇവനും സീരീസ് കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് 10 5 കൂടെ എത്രയായി? 15 സീരീസ് ആണ്. അതേപോലെ ഇവിടെ ഒരു കറണ്ട് വന്നാൽ അത് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ വരും. അപ്പൊ ഈ 8ഉം അതേപോലെ ഈ 7 കൂടെ സീരീസ് ആണ്. ഇത് 8 ഓം ആണ് കേട്ടോ. ഇത് 8ഉം ഇത് 7ഉം ആണ്. സോ അത് എഗെയിൻ 15 എന്ന് കിട്ടി. അതേപോലെ ഇവന്മാരും സീരീസ് ആണ്. 11ഉം 4ഉം കണ്ടോ, ഇതും 15 ആണ്. അപ്പൊ ഇത് 15 ഈ വാല്യൂ 15 മാറി, ഈ വാല്യൂ 15 മാറി. ബിക്കോസ് ദേ ആർ സീരീസ്. അത് ഇക്വിപൊട്ടൻഷ്യൽ വെച്ചിട്ടൊന്നും അല്ല നമ്മൾ പറയുന്നത്. നേരെ സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് ത്രൂ ദ റെസിസ്റ്റേഴ്സ് സെയിം ആണെങ്കിൽ അവർ സീരീസിലാണെന്ന് എനിക്കറിയാം. അപ്പൊ അത് സീരീസ് ആണെന്ന് മനസ്സിലായി. ഇനി ഇക്വിപൊട്ടൻഷ്യൽ ജംഗ്ഷനുകൾ എന്തിനാണ് മാർക്ക് ചെയ്തത് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. എല്ലാവരും ദയവ് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഫസ്റ്റ് പോയിന്റ് എ അല്ലേ, ഈക്വൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആ വേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ എൻഡിൽ എ മാർക്ക് ചെയ്തു. ഈ റെസിസ്റ്റൻസ് 6 എവിടെ ആയിരിക്കുന്നത്? എയ്ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആണോ? അപ്പൊ എയ്ക്കും 1നും ഇൻ ബിറ്റ്വീൻ ഞാനൊരു റെസിസ്റ്റർ വരച്ചു. അത് എത്ര മക്കളെ? അത് 6 ആണ്. ക്ലിയർ? ഇനി ഈ 15 എവിടെ ആയിരിക്കുന്നത്? 1നും 2നും ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പൊ അതെ ഇതാണ് 1. ഇങ്ങോട്ട് ഞാൻ അടുത്ത ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യിച്ചു 2. അപ്പൊ 1നും 2നും ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന ഈ റെസിസ്റ്റർ 15 ആണ്. ഇനി അടുത്ത് ഈ 15 കണ്ടോ, ഈ 15 എവിടെ ആയിരിക്കുന്നത്? അത് 2നും 1നും ഇടയ്ക്കാണ്. നമ്മൾ അതിനുവേണ്ടിയാണ് നമ്പർ ചെയ്തത്. ഈ ഫിഗർ റീഡ്രോ ചെയ്ത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്പർ ചെയ്യുന്നത്. ഈ റെസിസ്റ്ററുകൾ ഇരിക്കുന്നത് ഈ 2നും 1നും ഇൻ ബിറ്റ്വീൻ ആണ്. അത് 15 ആണ്. അപ്പൊ അത് ഇതല്ലേ 1ഉം 2ഉം, അപ്പൊ അതും 15 തന്നെ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഈ 15 എവിടെ ആയിരിക്കുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ഇൻ ബിറ്റ്വീൻ 2 and 1 ആണ്. അപ്പൊ ഈ 3 പേരും ഇരിക്കുന്നത് ബിറ്റ്വീൻ 2 and 1 ആണ്. നോക്ക്, ഈ 15 ഇരിക്കുന്ന 1 2 ഇത് 1 2 ഇതും 1 2 ഇൻ ബിറ്റ്വീൻ ആണ് ഇരിക്കുന്നത്. അപ്പൊ അത് താഴോട്ടങ്ങ് വരച്ചു. കത്തിയോ? അതായത് അവര് പാരലൽ ആണ്. ഇതല്ലാതെ കണ്ടാൽ ഇവർ 3ഉം പാരലൽ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ നമ്പറിംഗ് ചെയ്ത് ഇക്വിപൊട്ടൻഷ്യൽ ജംഗ്ഷൻസ് കണ്ടുപിടിച്ചിട്ട് അവരെ അങ്ങ് കമ്പൈൻ ചെയ്യുക എന്ന മെത്തേഡാണിത്. ക്ലിയർ? അപ്പൊ അത് പാരലൽ ആണെന്ന് മനസ്സിലായി. ഇനി ഈ റെസിസ്റ്റർ കൂടെ ഉള്ളു. ഇത് എവിടെ ഇരിക്കുന്നത്? ബിറ്റ്വീൻ 2 and B. ഇതാണ് 2. 2നും ബിക്കും ഇൻ ബിറ്റ്വീൻ ആണ് ആരിയിരിക്കുന്നത്? ആ 8 ഓം ഇരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവന്മാര് മൂന്നും എങ്ങനെയാ? അവർ 3ഉം പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് n റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ R/n. അപ്പൊ 15 പാരലൽ ആണെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 3 ആണ്. അതെന്ന് പറഞ്ഞാൽ 5 ആണ്. ക്ലിയർ? ഇനി ഇവര് മൊത്തത്തിൽ എങ്ങനെയാ? സീരീസ്. ഈ 6ഉമായിട്ട് ഈ 5 സീരീസ് ആണ്, ഈ 5ഉമായിട്ട് ഈ 8 സീരീസ് ആണ്. ക്ലിയർ ആണോ? 6ഉം 5ഉം 11 11ഉം 8ഉം 19. ആൻസർ ഈസ് ഓപ്ഷൻ 3. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കും. അടുത്ത നോക്കിക്കേ, ദ ബോബ് ഓഫ് പെൻഡുലം വാസ് റിലീസ്ഡ് ഫ്രം ദി ഹൊറിസോണ്ടൽ പൊസിഷൻ. നമ്മുടെ കയ്യിൽ ഒരു ബോബ് ഉണ്ട്. ദ ബോബ് ഓഫ് പെൻഡുലം വാസ് റിലീസ്ഡ് ഫ്രം ദി ഹൊറിസോണ്ടൽ പൊസിഷൻ. ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് 10 meter. If it dissipates 10% of its initial energy against a resistance. അതായത് നമ്മുടെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു പെൻഡുലം ഉണ്ട്, ഇങ്ങനൊരു പെൻഡുലം ഉണ്ട്. ആ പെൻഡുലം ഇനിഷ്യലി നിങ്ങൾ ഇങ്ങനെ ഹൊറിസോണ്ടലിയാണ് വെച്ചിരിക്കുന്നത്. ഇത് പിവറ്റ് പോയിന്റ് ആണ്. ഓന്നെടുത്തു, അതവിടെ കെട്ടിവെച്ചിരിക്കുക. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ട്. നമുക്ക് ഈ പെൻഡുലത്തിന്റെ ലെങ്ത് L എന്ന് വിളിക്കാം. ഈ പൊസിഷനെ A എന്ന് വിളിക്കുന്നു. നിങ്ങൾ അത് സ്വിങ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ബിയിൽ എവിടെങ്കിലും എത്തട്ടെ, നമുക്ക് അറിയില്ല, നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ അത് ആദ്യം പറഞ്ഞത് ബോബ് ഓഫ് പെൻഡുലം റിലീസ്ഡ് ഫ്രം ദ ഹൊറിസോണ്ടൽ. അത് കഴിഞ്ഞ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം 10 meter. ഇഫ് ഇറ്റ് ഈസ് ഡെസിപ്പേറ്റ് 10% എനർജി നഷ്ടപ്പെടുന്നുണ്ട്. ദ സ്പീഡ് വിത്ത് വിച്ച് ബോബ് അറൈവ്സ് അറ്റ് ലോവസ്റ്റ് പോയിന്റ്. അതായത് ഇവൻ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഈ താഴെ എത്തുമ്പോൾ വെലോസിറ്റി എത്ര, പക്ഷെ എനർജി ലോസ് വന്നിട്ടുമുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കാം, എയിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. എയില് ഇതാണ് നമ്മുടെ ബേസ് ലൈൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഈ കാണുന്ന ലെങ്തും L ആണ്. അപ്പൊ ഈ ബോബിനെ നിങ്ങൾ ഇവിടുന്ന് ഇവിടെ വരെ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും, ഇതിനെയാണ് ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ ഒക്കെ വിളിക്കും, ബേസ് പൊസിഷൻ എന്നൊക്കെ വിളിക്കും. ഈ ബേസ് പൊസിഷനിൽ നിന്ന് H ഹൈറ്റിലേക്കാണ് നിങ്ങൾ ബോബിനെ കൊണ്ടുപോയത്.
ഇപ്പൊ റൈറ്റ് നൗ ഇത് h ഹൈറ്റിലാണ്. h ഹൈറ്റിലാണെന്ന് പറഞ്ഞാൽ l ഹൈറ്റിലാണ്. ലെങ്ത് ഇതാണ് ലെങ്ത്, അത് h ഹൈറ്റിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ച് ഇവൻ എന്താ ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് പറയാം ടോട്ടൽ എനർജി അറ്റ് എ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഇല്ല. അപ്പം ടോട്ടൽ എനർജി അറ്റ് എ എന്ന് പറഞ്ഞാൽ അത് mgh ആണ്. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഞാൻ അതിന്റെ ലെങ്ത് mgl എന്ന് ഇപ്പൊ വിളിക്കുന്നു, mgl എന്ന് വിളിക്കുന്നു. ഇനി അവര് പറഞ്ഞ എന്താ, നിങ്ങൾ ഇത് ഇവിടുന്ന് റിലീസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഇറ്റ് ഡെസിപ്പേറ്റ്സ് 10% ഓഫ് ഇനിഷ്യൽ എനർജി എഗൻസ്റ്റ് എയർ. എയർ ഉള്ളത് കൊണ്ട് 10% നഷ്ടപ്പെട്ടു. 10% നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇവിടെ ടോട്ടൽ എനർജി mgl ആയിരുന്നു, 10% എയറിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടെ എന്തേ ഉള്ളൂ? ബാക്കി 90% ഉള്ളൂ എന്നാണ് അർത്ഥം. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എനർജി അറ്റ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90% ഓഫ് ടോട്ടൽ എനർജി അറ്റ് എ ആണെന്ന് പറഞ്ഞുകൂടി. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. കാര്യം ഇവിടുന്ന് 10% നഷ്ടപ്പെട്ടു. അപ്പൊ 90% എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ 100 ആണ്. ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിൽ ഏത് mgl ആണ് ഇപ്പൊ പഠിച്ചു. അപ്പൊ ഇവിടുന്ന് ഒരു 0 കട്ട് ചെയ്യാം, 9/10 mgl ആണെന്ന് കിട്ടി. ഇവിടുത്തെ 9/10 mgl ആണെന്ന് കിട്ടി. അത്തരം കാര്യം ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മളോട് ചോദിച്ചത് ഇത് ഇവിടെ എത്തുമ്പോ ഉള്ള എന്തായിട്ടാ ചോദിച്ചത്? വെലോസിറ്റി എന്നാ ചോദിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മള് ഈ കാണുന്ന പൊസിഷൻ അതിന്റെ ബേസ് ആണെന്ന് എടുത്തല്ലോ. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ ഈ കാണുന്ന പൊസിഷൻ അവിടുത്തെ ബേസ് ലൈൻ ആണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ആണെന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. ഇവിടെ വെച്ച് അതിന് പൊട്ടൻഷ്യൽ എനർജിയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി മൂവ് ചെയ്ത് ഇവിടെ എത്തി കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടുത്തെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജി ബിയിലെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. കാര്യം ഗ്രൗണ്ടിലെത്തി. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അപ്പൊ ഇത് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ റൈറ്റ് നൗ ഇവിടെയുള്ള എനർജി, ആക്ച്വലി ഇവിടെയുള്ള ടോട്ടൽ എനർജി ഇവിടുത്തെ കൈനറ്റിക് എനർജി ആയിട്ട് മാറണമായിരുന്നു. ഇവിടെ മാറുമോ? ഇല്ല. എന്താ കാര്യം? അത് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇവിടുത്തെ ടോട്ടൽ എനർജി ഇവിടുത്തെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും എന്ന് നമ്മൾ പറയും. പക്ഷെ അവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നമ്മളോട് ഓൾറെഡി പറഞ്ഞു എയർ റെസിസ്റ്റൻസ് ഉണ്ട്, അത് കാരണം കുറച്ച് എനർജി നഷ്ടപ്പെട്ടു. ബാക്കി ബിയിൽ എത്തുമ്പോ എന്തേ ഉള്ളൂ? ബിയിൽ എത്തുമ്പോ 9/10 mgl റൈറ്റ് നൗ ഉള്ളൂ. ഇനി ആ 9/10 mgl എന്ന് പറയുന്ന എനർജി എന്താ? അവിടുത്തെ കൈനറ്റിക് എനർജിയാ. കാര്യം ഇവിടുത്തെ കൈനറ്റിക് എനർജി ഉള്ളു, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? കൈനറ്റിക് എനർജി എവിടുത്തെയാ? അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് mv² ആണ്. അപ്പൊ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് ബി ആണ്. കൈനറ്റിക് എനർജിയുടെ ജനറൽ ഇക്വേഷൻ ഹാഫ് mv² ആണ്. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് ബി ആണ്. അത് എന്തിന് ഇക്വലന്റ് ആണ്? വിച്ച് ഈസ് ഈക്വൽ ടു 9/10 mgl ആണെന്ന് എനിക്ക് പറയാം. 9/10 mgl ആണെന്ന് പറയാം. ഇവിടുന്ന് ഈ എമ്മും എനിക്ക് കട്ട് ചെയ്ത് കളയാം. സോ എന്ത് കിട്ടും? vb² ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? vb² അല്ലെ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 9/10 ഇൻറ്റു gl എന്ന് കിട്ടും. g ഗ്രാവിറ്റി 10 ആണെന്ന് എനിക്കറിയാം. ലെങ്ത് എത്രയാണോ മക്കളെ? ലെങ്ത് 10 ആണെന്ന് അറിയാം. സോ ഇതും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് vb²/2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ശ്രദ്ധിച്ചിരിക്കണേ, ഈ 10 കട്ടായി പോയി. അപ്പൊ നമുക്ക് ഇവിടുന്ന് എഴുതാം vb ഈക്വൽ ടു റൂട്ട് ഓഫ് 180 എന്ന് എഴുതാം അല്ലെ. 9 × 2 18 × 10 180. 180നെ എങ്ങനെ എഴുതാം? റൂട്ട് 36 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6√5 m/s എന്ന് എഴുതാം. 6√5 m/s. ഓപ്ഷൻ 4 ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വളരെ ഈസി ലോജിക്കാണ്, വലിയ കാര്യമൊന്നുമില്ല. സോ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. C1 C2 are 2 hollow concentric cubes enclosing charges 2q and 3q respectively as shown in the figure. The ratio of the electric flux passes through C1 and C2. Gauss's law കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഗോസസ് ലോ ആണ്. എന്താ ഗോസസ് ലോ പറയുന്നത്? ഫോർ എനി ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താ പഠിച്ചിരിക്കുന്നത്? E.ds എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്ലക്സ് അല്ലെ ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പഠിക്കുന്നുണ്ട്. അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ക്യൂബ് C1 ആണ്, സെക്കൻഡ് ക്യൂബ് C2 ആണ്.
അപ്പൊ C1 എന്ന് പറഞ്ഞ ക്യൂബിലേക്ക് നിങ്ങളൊന്ന് വന്നേ. C1 എന്ന് പറഞ്ഞ ക്യൂബ് ഈ ചെറിയ ക്യൂബാണ്. ഈ ചെറിയ ക്യൂബ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് 2Q മാത്രമാണ്. അപ്പൊ എത്ര വരും അവിടുത്തെ ഫ്ലക്സ്? അപ്പൊ ഫസ്റ്റ് കേസിലെ ഫ്ലക്സ് നിങ്ങൾ Φ1 എന്ന് വിളിച്ചു. Φ1 ഈക്വൽ ടു ചാർജ് 2Q ആണ് ഡിവൈഡഡ് ബൈ ε0 എന്ന് എഴുതാം അല്ലെ. എൻക്ലോസ്ഡ് ബൈ ദ ചാർജ് ആണ്, അതിനെ ε0 ഉണ്ട്. 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ആണ്. അപ്പൊ രണ്ടാമത്തെ ക്യൂബ് C2 ആണ്. അപ്പൊ അതിന്റെ ഫ്ലക്സ് ഞാൻ Φ2 എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ വലിയ ക്യൂബിനെ പറ്റിയാണ് നിങ്ങൾ ആലോചിക്കുക. ഈ വലിയ ക്യൂബ് ആരെയൊക്കെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്? ഈ 3Q പ്ലസ് 2Q ടോട്ടൽ 5Qനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് 5Q ഡിവൈഡഡ് ബൈ ε0 എന്ന്. ക്ലിയർ? നമ്മളോട് ചോദിച്ചാൽ എന്താ? ദ റേഷ്യോ ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസസ് ത്രൂ C1 ആൻഡ് C2. അതായത് Φ1 by Φ2 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ Φ1 ഡിവൈഡഡ് ബൈ Φ2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ Q by ε0 കട്ടായി പോകും. Q by ε0 കട്ടാവും. ആൻസർ എത്ര കിട്ടി മക്കളെ? 2/5 അല്ലെങ്കിൽ 2:5 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും, 2:5. ഈ ക്വസ്റ്റൻ ഒക്കെ നോക്കി, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് അറിയാവുന്ന ആൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. JEE മെയിൻസ് എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റനുമാണ് ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റും. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. റേ ഒപ്റ്റിക്സ് എന്ന് ചോദിച്ച നല്ലൊരു ക്വസ്റ്റൻ ആണ്, വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല. ദ ഫോളോയിങ് ഫിഗർ റെപ്രസെന്റ് 2 ബൈകോൺവെക്സ് ലെൻസ് L1 ആൻഡ് L2 ഹാവിംഗ് ഫോക്കൽ ലെങ്ത് 10, 15. നമുക്ക് കർവേച്ചർ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ കർവേച്ചറിനേക്കാൾ ഇത് കുറച്ചുകൂടെ വലിയ ലെൻസ് ആണ്. ഫ്രം ദ ഫിഗർ വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇവന്റെ ഫോക്കൽ ലെങ്ത് ആണ് 10, അവന്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കണം 15. വാട്ട് എവർ ഇറ്റ് ഈസ്. ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലെൻസ് എന്നാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആകെ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. റേ ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇപ്പൊ ഒരു ലെൻസ് എടുക്കുന്നു, നമുക്കറിയാം അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ ഓഫ് ലൈറ്റ്, അതിന്റെ ഫോക്കസ് ഈ കൂടെ പോകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അതിന്റെ ഫോക്കസ് ആണ്. അത് ഫോക്കസ് ആണെങ്കിൽ ഈ കാണുന്നത് ഫോക്കൽ ലെങ്ത് ആണെന്ന് എനിക്കറിയാം. അതേപോലെ അടുത്ത ലോജിക്ക് എന്താണ്? അടുത്ത ലോജിക്ക് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? പ്രിൻസിപ്പൽ ആക്സിന് പാരലലായിട്ട് വരുന്നത് ഫോക്കസ് ഈ കൂടെ പോവുകയും, അതേപോലെ തന്നെ പഠിക്കേണ്ടതാണ് ഇപ്പം ഈ കാണുന്ന ലെൻസിന്റെ ഫോക്കസ് ആണ് ഇതെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഫോക്കസ് ഈ കൂടെ വരുന്ന റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് എമർജ് ചെയ്ത് പുറത്തേക്ക് പോവുകയും വേണം. പാരലായിട്ട് വരുന്നത് ഫോക്കസ് ഈ കൂടെ പോകണം, ഫോക്കസ് ഈ കൂടെ വരുന്ന ആള് പാരലായിട്ട് പോവുകയും ചെയ്യും. ഈ ലോജിക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്ന റേ ഓഫ് ലൈറ്റ്, അപ്പൊ ഉറപ്പായിട്ട് അത് ഏതുവഴി പോകണം? ഇതിന്റെ ഫോക്കസ് ഈ കൂടെ പോകണം. അപ്പൊ ഈ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത് അവന്റെ ഫോക്കസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഈ ഫോക്കസ് ഈ കൂടെ വന്ന റേ ഓഫ് ലൈറ്റ് ഇവിടെ എത്തിയതിനു ശേഷം എന്താ ചെയ്തത്? പാരലായിട്ട് അങ്ങ് പോയി. ആരാ? എമർജ് ചെയ്തതിന് ശേഷം പാരലായിട്ട് പോകണമെങ്കിൽ അല്ലെ, ലെൻസിൽ കൂടെ കയറി പോയതിനു ശേഷം അത് പാരലായിട്ട് പോകണമെങ്കിൽ അത് ഫോക്കസ് ഈ കൂടെ വരണം. അപ്പൊ ഇത് പാരലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ ഫോക്കസ് ആണിത്. നമുക്കറിയാം ഈ കാണുന്നത് പോളാണ്. ഈ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഈ കാണുന്ന ലെങ്ത് അതിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. അതേപോലെ ഈ കാണുന്ന ലെങ്ത് അതിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. പക്ഷെ മെഷർ ചെയ്യുന്നത് ഈ സൈഡിലായിരിക്കും എന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലോ ഫോക്കസ് രണ്ടിടത്തുണ്ടല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ. വളരെ ഈസി ആയിട്ട് അതൊക്കെ പറയാൻ പറ്റും. ഈ കാണുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഈ കാണുന്നത്. ഞാൻ അതിനെ F1 എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനെ F1 എന്ന് വിളിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഈ കാണുന്നത്. ഞാൻ അതിനെ F2 എന്നും വിളിക്കുന്നു. ക്ലിയർ? F1 എന്നും F2 എന്നും വിളിച്ചു. സെറ്റ്. നമ്മളോട് ചോദിച്ചു ഇവർ തമ്മിലുള്ള ലെങ്ത് അല്ലേ, അതല്ലേ ചോദിച്ചേക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2 അല്ലെ. L1 L2കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് അവരുടെ ഫോക്കൽ ലെങ്തുകളുടെ സം എടുത്താൽ മതി. ആ ഫോക്കൽ ലെങ്തുകളുടെ ഡിസ്റ്റൻസിലാണ് അവർ ഇരിക്കുന്നത്. യെസ്. അപ്പൊ F1 എത്രയാ? ഫോക്കൽ ലെങ്ത് നമുക്ക് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ഒരാളുടെ എത്രയാ? 10 ആണ്. അടുത്ത ആളുടെ എത്രയാ? 15 ആണ് അല്ലെ. അപ്പൊ 15ഉം 10ഉം 25 വാല്യൂ. വളരെ ഈസി ആയിട്ട് കിട്ടും. 25 സെന്റിമീറ്റേഴ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ 1. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. അത്ര ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റൻ അല്ല. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെമി കണ്ടക്ടേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന വളരെ ഈസി ലോജിക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇൻ ദ ട്രൂത്ത് ടേബിൾ ഓഫ് ദ എബവ് സർക്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ആക്ച്വലി
നമുക്ക് തരുന്ന ക്വസ്റ്റ്യന്റെ ഡെപ്തും അനുസരിച്ച് വേണം ആക്ച്വലി ഒരു ലോജിക് ഗേറ്റ് നിങ്ങൾ സോൾവ് ചെയ്യാൻ. ഇത് കുറച്ചുകൂടെ വളരെ കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വാല്യൂസ് എഴുതി പോകാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഏത് ഗേറ്റിന്റെ ഈക്വലൻസ് ആണെന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലെ. ഇത് എ ബി ആണ്, അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് എ ഡോട്ട് ബി ആണ്, ഇത് എ കോംപ്ലിമെന്റ് ആണ്, ഇത് ബി കോംപ്ലിമെന്റ് ആണ്, അതിന്റെ ആൻഡ് എടുക്കുക എന്നിട്ട് അതിന്റെ നോർ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ചു പോകാം. ഒന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വാല്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എഴുതി പോകാം. ചോദിച്ചത് ഈ എക്സും വൈയും കാണാനാണ്. അപ്പം എ 0യും ബി 1ഉം. ഫസ്റ്റ് കേസ് എ ആര 0. അപ്പൊ എ എന്ന് പറയുന്ന വാല്യൂ 0 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക, ബി എന്ന് പറയുന്ന വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ എ ഇവിടുന്ന് നേരെ 0 എത്തി, ബി ഇവിടുന്ന് 1 എത്തി. അപ്പൊ ഇത് ആൻഡ് ആണ്, ഇവിടെ എ ഡോട്ട് ബി ആണ് അല്ലെ, എ ഡോട്ട് ബി ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നല്ലോ. അപ്പൊ എ ഡോട്ട് ബി 0.1. അപ്പൊ എഗെയിൻ ഇവിടുന്ന് കിട്ടുന്ന ഔട്ട് 0 ആണ്. എ ഡോട്ട് ബി 1.0 അത് 0 ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് നോട്ട് ആണ് എയുടെ അല്ലെ, ഇവിടെ എ കോംപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ അതിനെ നോട്ട് ചെയ്യുവാണ്. ഇവിടെ ബി കോംപ്ലിമെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എ നോട്ട് ചെയ്താൽ എ എന്ന് പറഞ്ഞാൽ എത്രയാ, 0 ആണ്. 0 നോട്ട് ചെയ്താൽ 1 ആവും. അതുപോലെ 1നെ നോട്ട് ചെയ്താൽ അത് 0 ആയിട്ട് മാറും. അപ്പൊ എഗെയിൻ എന്താ സംഭവിച്ചേ, ഇവിടെ എ 0 എന്നുള്ളത് തിരിഞ്ഞു അല്ലെ, 0 1 എന്നുള്ളത് ഇവിടെ 1 0 ആയിട്ട് തിരിഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിനെ നിങ്ങൾ ആൻഡ് എടുത്തു, എഗെയിൻ ഇത് എന്ത് തന്നെ കിട്ടും, എഗെയിൻ ഇത് ആൻഡ് എടുത്തു, ഡോട്ട് എടുത്താൽ പോരെ, 1.0 എഗെയിൻ 0 കിട്ടും. അത് തന്നെയാണ് ഇവിടെ 0 കിട്ടും. കത്തിയോ? ഇനി ഇവിടുന്ന് എന്താ ചെയ്തേ, ഇതെന്താ സിമ്പിൾ, ഇത് നോട്ടിന്റെ ആണ്, ഇതെന്താ ഓർ ആണ്. അപ്പൊ ആഡ് ചെയ്യണം. അപ്പൊ ഇത് ഓർ ആണ്, അതിന്റെ കൂടെ ഒരു നോട്ടും ഉണ്ട്. അപ്പൊ അത് ആരായിട്ട് മാറി, നോർ ആയിട്ട് മാറി. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്തിട്ട് കോംപ്ലിമെന്റ് എടുത്താൽ മതി. ഈ വരുന്നത് 0 ആണ്, ഈ വരുന്നത് 0 ആണ്. അപ്പൊ 0 + 0 0 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോഴത്തേക്ക് എഗെയിൻ അത് 1 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടണം, 1 എന്ന് കിട്ടണം. അപ്പൊ എക്സ് 1 വരുന്ന ഓപ്ഷൻസ് 1 and 3 ഉള്ളൂ, 1 ഉം 3 ഉള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ 0 1 മാറി തിരിച്ച് 1 0 ആയിട്ടല്ലേ മാറുന്നുള്ളൂ. 0 1 മാറി 1 0 ആയിട്ട് മാറി. എന്ത് സംഭവിക്കും, ഇവിടെ എന്ത് സംഭവിച്ചു, അതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ്. അതായത് ഇത് 0 മാറി 1 ആയി, ഇത് 1 മാറി 0 ആയി. അപ്പൊ നാച്ചുറലി ഇവിടുത്തെ റിസൾട്ട് ഇത് തന്നെ ആയിരിക്കും അല്ലെ, കാര്യം ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പൊ എഗെയിൻ ഇത് 0 എന്ന് തന്നെ കിട്ടും, എഗെയിൻ ഇത് 0 എന്ന് തന്നെ കിട്ടും. അറ്റ് ദ സെയിം ടൈം ഇവിടെ താഴോട്ടും പോരെ, ഇത് 1 ആയിട്ട് മാറി. അപ്പൊ 1ന്റെ കോംപ്ലിമെന്റ് ഇവിടെ 0 ആവും, ഇത് 0 ആയിട്ട് മാറി, 0യുടെ കോംപ്ലിമെന്റ് ഇവിടെ 1 ആവും. അപ്പൊ അത് എഗെയിൻ ഡോട്ട് എടുക്കുമ്പോൾ എഗെയിൻ 0 കിട്ടും. ഫൈനൽ റിസൾട്ട് എഗെയിൻ 1 എന്ന് തന്നെ കിട്ടും. മനസ്സിലായോ? എഗെയിൻ എന്തെന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂം എത്ര കിട്ടി, 1 എന്ന് കിട്ടി അല്ലെ, വൈയുടെ വാല്യൂം എത്ര എന്ന് കിട്ടും, 1 എന്ന് തന്നെ കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണ്? സെറ്റാണ്, വളരെ പെട്ടെന്ന് മനസ്സിലാക്കുക. ഇത് ആക്ച്വലി എക്സോർ ഗേറ്റിന്റെ റിസൾട്ടന്റ് ആണ്, എക്സോർ ഗേറ്റിന്റെ വാല്യൂ ആണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഈസി കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. എ ട്രെയിൻ ഓവർടേക്സ് 2 birds, those who were flying in the direction as that of train at a rate 3 km/h and 6 km/h. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 3 6 km/h, ഇവിടെ തന്നിരിക്കുന്നത് മീറ്ററിലും ടൈം സെക്കൻഡിലുമാണ്. അപ്പൊ km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലോട്ട് എന്തായാലും കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, നമ്മുടെ കയ്യിൽ നമുക്കിവിടെ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ട്രെയിൻ, ഇതൊരു ട്രെയിൻ ആണെന്നൊക്കെ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. ഇതൊരു ട്രെയിൻ ആണ്. ട്രെയിനിന്റെ വെലോസിറ്റി ഞാൻ വീന്നെടുക്കുകയാണ്. ഈ ട്രെയിനിന്റെ വെലോസിറ്റി നമുക്ക് വീന്നെടുക്കാം. ക്ലിയർ ആണ്? ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. തമാശ കളിക്കാനുള്ള സ്ഥലമല്ല, MCQ ഡിസ്കഷൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. എ ട്രെയിൻ ഓവർടേക്സ് 2 birds. അപ്പൊ നമുക്ക് ചുമ്മാ ഇവിടെ ഒരു ബേർഡ് B1 എന്നും അടുത്ത ബേർഡിനെ ഞാൻ B2 എന്നും വിളിക്കുക. ഒന്നാമത്തെ ബേർഡിന്റെ സ്പീഡ് എത്രയാണ്, 3 km/h ആണ്. 3 km/h. km/h മീറ്റർ/സെക്കൻഡ് ആക്കണം. സോ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കിത് 5 / 6 എന്ന് കിട്ടും അല്ലെ. അതേപോലെ രണ്ടാമത്തെ ബേർഡിന്റെ സ്പീഡ് 6 ആണ്. എഗെയിൻ അത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ, അത് 5/3 എന്ന് കിട്ടും. ഇത് 2 മീറ്റർ/സെക്കൻഡിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് വെച്ചു, രണ്ടുപേരുടെ സ്പീഡ്. ക്ലിയർ? സെറ്റ് ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ക്രോസസ് ദം, അതായത് ഈ ട്രെയിൻ ഇവരെ രണ്ടുപേരും ക്രോസ് ചെയ്ത് പോവാണ്. അപ്പൊ മനസ്സിലാക്കണം,
ഇവരെല്ലാവരും സെയിം ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ഓവർടേക്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരുന്ന ക്രോസസ് എന്ന് പറയും. ഓവർടേക്സ് two birds, those who were flying in the direction as that of train at a rate 3 km/h and 6 km/h. ഓക്കെ, അപ്പൊ അതിനെടുത്ത സമയം, ഈ ഫസ്റ്റ് ബേർഡിനെ ക്രോസ് ചെയ്യാൻ എടുത്ത ടൈം ഞാൻ T1 എന്ന് വിളിച്ചു, അത് 15 സെക്കൻഡ് ആണ്. രണ്ടാമത്തെ ബേർഡിനെ ക്രോസ് ചെയ്യാൻ എടുത്ത ടൈം ഞാൻ T2 എന്ന് വിളിച്ചു, അതെന്ന് പറയുന്നത് 25 സെക്കൻഡ്സും ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ. ഞാൻ ട്രെയിനിന്റെ ലെങ്ത് L ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് L എന്ന് അസ്യൂം ചെയ്യാം. ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് L. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കോമൺ സെൻസ് കൊണ്ട് തന്നെ പറയാം. ഇപ്പൊ ഈ ബേർഡിനേക്കാളും സ്പീഡ് കൂടുതൽ ഈ ബേർഡിനാണ്. ഒരേ ഡയറക്ഷനിലാണ് എല്ലാവരും പോകുന്നത്. ഈ ബേർഡിനേക്കാളും സ്പീഡ് കൂടുതൽ ഈ ബേർഡിനാണ്. അത് വാല്യൂ തന്നിട്ടുമുണ്ട്. അത് മാത്രമല്ല, ആ ടൈം കറസ്പോണ്ടിങ്ങിൽ അങ്ങനെ തന്നേ മതിയാവും. കാര്യം സെയിം ഡയറക്ഷൻ ഇപ്പൊ നമ്മൾ കൂടുതൽ സ്പീഡുള്ള ആളെ ഓവർടേക്ക് ചെയ്യാനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. മറ്റേ ആളെ ഓവർടേക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ പറ്റും. ക്ലിയർ? ഇനിയും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് വെലോസിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് ആണ്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് ജനറൽ ഇക്വേഷൻ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഇത് റിലേറ്റീവ് വെലോസിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എടുക്കാം. ക്ലിയർ? ആക്ച്വലി ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതുന്നൊന്നുമല്ല, അല്ലെങ്കിൽ S is equal to ut plus half a t square എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ആക്ച്വലി ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ പെട്ടെന്ന് അതൊന്ന് പറഞ്ഞു വിടാം. നമ്മളുടെ ജനറൽ ഇക്വേഷൻ എന്താ? വൺ ഡയമെൻഷനിലെ S is equal to ut plus half a t square. ഇത് റിലേറ്റീവ് മോഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് S എന്നുള്ളത് S റിലേറ്റീവ് ആയിട്ട് മാറും, U എന്നുള്ളത് U റിലേറ്റീവ് ആയിട്ട് മാറും, ആക്സിലറേഷൻ A എന്നുള്ളത് A റിലേറ്റീവ് ആയിട്ട് മാറും. ഇവിടെ റൈറ്റ് നൗ നമ്മുടെ ക്വസ്റ്റിനകത്ത് ആർക്കും തന്നെ ആക്സിലറേഷൻ ഇല്ല, എല്ലാവർക്കും വെലോസിറ്റിയേ ഉള്ളൂ. അപ്പൊ അവരുടെ അല്ലെങ്കിൽ സ്പീഡേ ഉള്ളൂ, ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ എല്ലാം റിലേറ്റീവ് ആക്സിലറേഷൻ 0 ആയിപ്പോ. ഈ റിലേറ്റീവ് ആക്സിലറേഷന്റെ വാല്യൂ 0 ആയിട്ട് മാറി. അപ്പൊ റിലേറ്റീവ് ആക്സിലറേഷൻ 0 ആയാൽ ആ ടൈം മൊത്തത്തിൽ 0 ആയി. അപ്പൊ ഇവിടുന്ന് നമുക്ക് കിട്ടും S റിലേറ്റീവ്. കണ്ടോ? S റിലേറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു U റിലേറ്റീവ് ഇൻറ്റു T എന്ന് കിട്ടും. ഈ ഇക്വേഷനാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തത്. കണ്ടോ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ അത് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എടുത്താൽ റിലേറ്റീവ് വെലോസിറ്റി കിട്ടണം. അവരുടെ ഇനീഷ്യലി ഉള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി റിലേറ്റീവ് വെലോസിറ്റി റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അത് ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച്, ആദ്യം നിങ്ങൾ ഫസ്റ്റ് ബേർഡിനെയും ട്രെയിനിനെയും മാത്രം കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ബേർഡിനെയും ട്രെയിനിനെയും മാത്രം കൺസിഡർ ചെയ്യുക. ഇവർ രണ്ടുപേരും ഒരു ഡയറക്ഷനിലോട്ടാണല്ലോ പോകുന്നത്, അല്ലേ? അപ്പൊ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. നിങ്ങൾ ഇത് കുറച്ച് ലോജിക്കലി ചിന്തിച്ചാൽ ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ലോജിക്കലി ചിന്തിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ ഇവിടോട്ട് തന്നെ പറയുവാണ് കേട്ടോ. ഫസ്റ്റ് കേസ് ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പൊ ട്രെയിനിന്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലോട്ട് V ആണ്. അതേ ഡിറക്ഷനിലാണ് നമ്മുടെ ഫസ്റ്റ് ബേർഡ് ട്രാവൽ ചെയ്യുന്നത്. ആ ബേർഡിന്റെ വെലോസിറ്റി നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. 5/6 ആണ്. 5 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇവർ രണ്ടുപേരും ഒരു ഡയറക്ഷനിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാ? ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാ? ഒരു ഡയറക്ഷനിലോട്ടാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഡിഫറൻസ് എടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? രണ്ട് കാറുകൾ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി VA മൈനസ് VB ആണ്. അപ്പൊ ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റി ഫസ്റ്റ് കേസിലെ റിലേറ്റീവ് വെലോസിറ്റി V മൈനസ് 5/6 ആയിരിക്കും. ഇതായിരിക്കും അവരുടെ V റിലേറ്റീവ്, അവരുടെ റിലേറ്റീവ് വെലോസിറ്റി. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഇനി അവരുടെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഇവർ തമ്മിൽ ഏത് ഡിസ്പ്ലേസ്മെന്റാ ക്രോസ് ചെയ്യപ്പെടുന്നത്? അതായത് ഇത് ബേർഡ് ഒരു ട്രെയിൻ ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്യുമ്പം ട്രെയിനിന്റെ ലെങ്ത് ആണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഇത് V റിലേറ്റീവ് കിട്ടി. അതുപോലെ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ റിലേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ഇക്വേഷൻ എഴുതിയ എന്താ? S is equal to ut പ്ലസ് ഹാഫ് A വേണ്ട. അപ്പം ഫസ്റ്റ് S റിലേറ്റീവ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്.
which is equal to S is equal to കണ്ടോ relative distance length of the train ആണ്. S is equal to UT, U relative V minus 5 by 6 ആണ്. V minus 5 by 6 ആണ്. 5 by 6 ആണ്. കണ്ടോ S is equal to UT. അവിടെ T എന്ന് പറഞ്ഞാൽ ബേർഡിന്റെ ഫസ്റ്റ് ബേർഡിനെ ക്രോസ് ചെയ്യാൻ എടുത്ത ടൈം UT1 UT പ്ലസ് ഹാഫ് AT സ്ക്വയർ അതില്ല A ഇല്ല ഇത്രേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ക്ലിയർ ആണോ? ഇനി അടുത്ത രണ്ടാമത്തെ കേസ് എടുത്താൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതായിരുന്നു നമ്മുടെ ട്രെയിനിന്റെ ഡയറക്ഷനിൽ ഈ റൈറ്റ് സൈഡിലോട്ടുള്ള വെലോസിറ്റി V ആയിരുന്നു. അതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ബേർഡ് മൂവ് ചെയ്തായിരുന്നു അല്ലെ. രണ്ടാമത്തെ ബേർഡിന്റെ സ്പീഡ് 5/3 ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ ഇവര് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, ഇവര് തമ്മിലുള്ള V റിലേറ്റീവ് എത്രയാണ്? ആ ഡയറക്ഷനിലോട്ട് വെലോസിറ്റി V ട്രെയിൻ ഉണ്ട്, ഇവന്റേത് -5/3 എടുക്കാം. അപ്പൊ അതേ ഈക്വേഷനിലോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആ ബേർഡ് ആണെങ്കിലും രണ്ടാമത്തെ ബേർഡ് ആണെങ്കിലും ക്രോസ് ചെയ്യുന്നത് ട്രെയിനിന്റെ ലെങ്ത് തന്നെയാണ്. അപ്പൊ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ എല്ലാണ്. S is equal to UT അതാരാ? V minus 5/3 into T എന്ന് പറഞ്ഞാൽ ആരാ? T2 ആണ്. ഇക്വേഷൻ നമ്പർ 2 A ഇല്ല. S is equal to UT പ്ലസ് ഹാഫ് AT സ്ക്വയർ A റിലേറ്റീവ് ഇല്ല. അപ്പൊ ഇത്ര എഴുതിയാൽ മതി. രണ്ട് ഇക്വേഷന്റെ LHS നോക്കിയാൽ സെയിം ആണ്. അപ്പൊ RHS ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ RHS ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. സോ V minus 5/6 into T1 which is equal to V minus 5/3 into T2 ആണ്. സ്റ്റെപ്പ് ഞാൻ അധികം കൂട്ടുന്നില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് എഴുതുവാണ്. T1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷന്റെ വാല്യൂ T1 T2 ഒക്കെ തന്നിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് 15 ആണ്, T2 എന്ന് പറയുന്നത് 25 ആണ്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് വാല്യൂസ് കട്ട് ചെയ്യാം. ഇതും ഇതോടെ കട്ട് ചെയ്യാമല്ലോ. 5 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര വരും? ഇത് 5 ടൈംസ്, ഇത് 3 ടൈംസ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ.6V minus 5 divided by 18 അല്ലേ, which is equal to അല്ലേ 6V minus 5 divided by ഒരു 6 വരും. 3 into 18 അല്ലല്ലോ, എനിക്ക് തെറ്റിയല്ലോ. ഇത് 3 മോളിലല്ലേ? അതെ. അപ്പൊ അത് വരണം 6V minus 5 into 3 ആണ്, which is equal to 3V minus 5 അല്ലേ. 3V minus 5 6V minus 5 into 3, ഇവിടെ ബൈ ഒരു 6 വരത്തില്ലേ, ബൈ 6 വരും. 3V minus 5 divided by 3 വരും, divided by 3 into 5 വരും. യെസ്. ഇനി നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും കട്ട് ചെയ്യാമല്ലോ. വാ നോക്കാം. ഈ 3യും ഇവനോടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 കിട്ടും. 3യും 6 കട്ട് ചെയ്ത് 2 കിട്ടും. ഇനി ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 3 കൊണ്ടകത്തോട് 18V മൈനസ് 15 വിച്ച് ഈസ് ഈക്വൽ ടു ഈ 5 ഇവിടെ കൊടുത്തേ 15, ഈ 2 കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിളോടെ ചെയ്യണം. അപ്പൊ 15 × 2 30, 30V മൈനസ് ഇത് 5 × 5 25, ഈ 2 കൊണ്ടുകൂടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 25 × 2 50 എന്ന് കിട്ടും. വളരെ ഭംഗിയുള്ള ഒരു 50 ആയിരുന്നു അത്. 50 എന്ന് കിട്ടും. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 15നെ ഇപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ അത് പ്ലസ് ആയിട്ട് മാറും. ഇവിടെ ഒരു 15 അല്ല 50, ഈ 50നെ ഇപ്പുറത്ത് കൊണ്ടുപോകും, അത് പ്ലസ് ആയിട്ട് മാറും. ഇത് -15 ആണ്. അപ്പൊ അത് 35 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 30V ഉണ്ട്, ഈ 18V അപ്പുറത്ത് പോട്ടെ. അപ്പൊ അത് 12V ആയിട്ട് മാറും. ഇവിടുന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് ട്രെയിൻ കിട്ടും. എത്ര? 35 ഡിവൈഡഡ് ബൈ 12. വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ കിട്ടി 35 ഡിവൈഡഡ് ബൈ 12. പക്ഷെ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ അല്ല. ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ മക്കളെ? വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ. ഇത് റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ. നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ദ ട്രെയിൻ കാണാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ഈ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെലോസിറ്റി 35/12 എന്ന് കിട്ടിയല്ലോ. ഇത് ഈ ഇക്വേഷനിലോട്ട് കൊണ്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷനിലോട്ട് നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. L equal to V minus 5/6. L equal to V minus 5/6 into T1 ആയിരുന്നു. സോ L equal to V നമുക്കിപ്പോൾ എത്ര കിട്ടിയത്? 35/12 ആണ് കിട്ടിയത്.
35 divided by 12 minus 5/6 into T1 15 ആയിരുന്നു. ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാം, ഇതും 12 ആക്കാമല്ലോ. സോ 35/12 മൈനസ് ഇത് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 10/12 into 50. അപ്പൊ ഇത് എത്ര കിട്ടും? 35 10 പോയാൽ 25 ഡിവൈഡഡ് ബൈ 12 അപ്പോൺ 15 കിട്ടും. ഈ വാല്യൂ നിങ്ങൾ അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്തോണം. 31 മീറ്റേഴ്സ് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്തിടങ്ങാം. ഒരു അപ്രോക്സിമേറ്റ് 31 മീറ്റർ എന്ന് കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, 31 മീറ്റർ. ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. A solid ball of density half that of water falls freely under gravity from a height of 19.6 meter and then enters a water. Up to what depth will the ball go? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത് ഒരു സോളിഡ് ബോൾ. ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ അവർ എടുത്തു പറഞ്ഞു, ഡെൻസിറ്റി ഹാഫ് ദാറ്റ് ഓഫ് വാട്ടർ. അതായത് വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ പകുതിയെ അവന് ഡെൻസിറ്റി ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അണ്ടർ ഗ്രാവിറ്റി ഫ്രം എ ഹൈറ്റ് 19.6 മീറ്റർ. അതായത് ഇപ്പൊ ഇത് ഒരു വാട്ടർ ടാങ്ക് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യും. ഇവിടുന്ന് 19.6 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് വീഴുന്നു. അപ്പൊ ഈ കാണുന്ന ഹൈറ്റ് ഇത് 19.6 മീറ്റേഴ്സ് ആണെന്ന് അറിയാം. അപ്പൊ ഇവിടുന്ന് ബോൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u 0 ആണ്. അപ്പൊ ഈ ബോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി എത്രയായിരിക്കും? ആ വെലോസിറ്റി കാണാൻ v is equal to root 2gh എടുത്താൽ മതി. വെലോസിറ്റി കാണാൻ v is equal to root 2gh which is equal to root of 2 into g 9.8 ആണ്, h 19.6 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 19.6 കിട്ടും. സോ റൂട്ട് എടുക്കുമ്പം 19.6 മീറ്റർ പെർ സെക്കൻഡ് അത് കിട്ടും. അതായത് ഈ ബോള് ഇവിടെ വന്ന് ഹിറ്റ് ആകുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് 19.6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലെ ലോജിക്ക് അവിടെയാണ് കിടക്കുന്നത്. സോളിഡ് ബോൾ ഓഫ് ഡെൻസിറ്റി ഹാഫ് ദാറ്റ് ഓഫ് വാട്ടർ എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോളിഡ് ബോൾ ഇതാണ്. ഈ സോളിഡ് ബോളിന്റെ ഡെൻസിറ്റി റോ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താൽ വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ 2 റോ എന്ന് എടുക്കണം. വാട്ടറിന്റെ ഡെൻസിറ്റി 2 റോ എന്ന് എടുക്കണം. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ആർക്കാ ഡെൻസിറ്റി കൂടുതൽ? വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഇവിടെ ഒരു സോളിഡ് ബോൾ ഇവിടെ വന്ന് ഹിറ്റ് ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, mg. ആ സോളിഡ് ബോളിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ത്രസ്റ്റ്, ലിക്വിഡ് കാരണം ത്രസ്റ്റ് അപ്വേർഡ് കിട്ടും. ഇതിന് അപ്വേർഡ് ഒരു ത്രസ്റ്റ് കിട്ടും, ഫോഴ്സ് ഡ്യൂ ടു ത്രസ്റ്റ് കിട്ടും, ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെള്ളത്തിൽ ബോൾ വന്ന് വീണതിന് ശേഷം ആ ബോൾ റിട്ടാഡ് ചെയ്യാനാണ് തുടങ്ങുന്നത്. കാര്യം അപ്വേർഡുള്ള ത്രസ്റ്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് റിട്ടാഡ് ചെയ്ത് ഏതോ ഒരു ഡിസ്റ്റൻസ് വരുമ്പോൾ നിൽക്കണം. കാര്യം റിട്ടാഡേഷൻ ആണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ ഏതോ ഒരു ഡിസ്റ്റൻസ് എത്തുമ്പോൾ അത് നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എത്ര ഡെപ്തിലേക്ക് അത് പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ അതിന്റെ റിട്ടാഡേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വരൂ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ റിട്ടാഡേഷൻ കാണാൻ നെറ്റ് ഫോഴ്സ് ബൈ മാസ് എടുത്താൽ പോരെ. റിട്ടാഡേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ തന്നെയാണ്. അപ്പൊ അത് ഫോഴ്സ് ബൈ മാസ് എടുത്താൽ പോരെ. റിട്ടാഡേഷൻ ഫോഴ്സ് അപ്വേർഡ് ഉള്ളത് ത്രസ്റ്റ് അല്ലേ? അതെ, ഫോഴ്സ് ഡ്യൂ ടു ത്രസ്റ്റ് മൈനസ് ഫോഴ്സ് ഡ്യൂ ടു വെയിറ്റ്, ഇതാണ് നെറ്റ് ഫോഴ്സ്, ഡിവൈഡഡ് ബൈ മാസ് എടുത്താൽ മതി. ഇനി വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ mg ആണ്. മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കാം. മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ആരുടെ വോളിയം? ഈ മെറ്റീരിയലിന്റെ വോളിയം. ഏത് ബോഡിയാണോ വീഴുന്നത് അതിന്റെ വോളിയം, അതിന്റെ ഡെൻസിറ്റി. ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെൻസിറ്റി, അവിടെ മാസ് ഇൻറ്റു ത്രസ്റ്റ് എന്ന് പറഞ്ഞ ഫോഴ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങളത് മാസ് ഇൻറ്റു, ശ്രദ്ധിച്ചിരിക്കണം, mg എന്ന് എഴുതുന്നു. മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതണം. പക്ഷെ അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വോളിയം എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന ബോഡിയുടെ വോളിയം. പക്ഷെ ഡെൻസിറ്റി എന്ന് പറയുന്ന ആരുടെയാ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി 2 റോ ആണ്. അപ്പൊ അവിടെ തെറ്റിപ്പോകരുത്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം, ത്രസ്റ്റ് എന്ന് പറയുന്നത് 2 റോ ഇൻറ്റു വോളിയം v. വോളിയം ഇതെന്താ? വോളിയം ആരുടെ വോളിയം? ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു g മൈനസ് റോ
ഇൻറ്റു വി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ആക്ച്വലി ഈ വെയിറ്റ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഡ്യൂ ടു വെയിറ്റ് എന്ന് പറയുന്നത് എം ജി ആണ്. അതിൽ മാസിനെ ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി എന്ന് വിളിച്ചു. മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിച്ചു. ഇവിടെ ത്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ത്രസ്റ്റ് അല്ലേ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിന്റെ അല്ലെ ആ മാസാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എം ജിയിൽ ആ എം എന്ന് പറയുന്നത് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പൊ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിലെ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പൊ മാസ് കാണാൻ അതിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കാം. ആ ഡെൻസിറ്റി ഇൻറ്റു വോളിയത്തിൽ ഓർത്തൊക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന ആളുടെ വോളിയം തന്നെ ഡിസ്പ്ലേസ് ആവത്തുള്ളൂ. പക്ഷെ മാസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഡിസ്പ്ലേസ് ആകുന്ന ലിക്വിഡിന്റെ മാസ് എടുക്കുക. ക്ലിയർ? അപ്പൊ അതിന്റെ വോളിയത്തിലേക്കാണ് പോകുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആക്സിലറേഷൻ കിട്ടും. എന്ത് കിട്ടും? ഇവിടുന്ന് ഒരു റോ വി കട്ട് ചെയ്യാം, ഇവിടുന്ന് റോ വി, ഇവിടുന്ന് റോ വി കട്ട് ചെയ്യും. 2g മൈനസ് ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ജി. എഗെയിൻ ആക്സിലറേഷൻ കിട്ടുന്നു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് അവിടുത്തെ റിട്ടാർഡേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബോൾ പർട്ടിക്കുലർ എച്ച് ഹൈറ്റിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യുവാണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. 0 ഇനിഷ്യൽ വെലോസിറ്റിയിൽ എത്തുന്ന ആള് 19.6 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ അത് അറ്റൈൻ ചെയ്ത വെലോസിറ്റിയാണ് നിങ്ങൾ ഈ കണ്ടുപിടിച്ചത് 19.6 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 19.6 മീറ്റർ ട്രാവൽ ചെയ്യും. ഇവിടുന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് ഇത് വരുന്നതെങ്കിൽ താഴോട്ടുള്ള റിട്ടാർഡേഷനും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ വെച്ചിട്ടുള്ള ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് കോൺസ്റ്റന്റ്ലി റിട്ടാർഡ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എന്തായി പോകണം? സ്പീഡ് 0 ആയി പോകണം. അതായത് ഇതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. ആണോ? ഈ ഇൻസ്റ്റന്റിൽ, അതായത് വാട്ടറിൽ ഇറങ്ങിയതിന് ശേഷമുള്ള അതിന്റെ മൂവ്മെന്റിന്റെ ഫൈനൽ വെലോസിറ്റി ആണ് 0. വാട്ടറിൽ എത്തുമ്പോൾ ഉള്ള മൂവ്മെന്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? അത് ഇതല്ലേ, 19.6 മീറ്റർ അല്ലേ? അപ്പൊ 19.6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 0 എത്താൻ എത്ര ദൂരം ട്രാവൽ ചെയ്യണം? ഉറപ്പായിട്ടും ഈ ട്രാവൽ ചെയ്യുന്ന ദൂരവും 19.6 മീറ്റർ തന്നെ ആയിരിക്കണം. കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇനിഷ്യലി നമ്മൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഉള്ള സ്പീഡ് 0 ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഉള്ള സ്പീഡ് 19.6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ 0യിൽ നിന്ന് 19.6 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താൻ എടുത്ത ദൂരം 19.6 മീറ്റർ ആണ്. 0യിൽ നിന്ന് ആ സ്പീഡിലേക്ക് എത്താൻ എടുത്ത ദൂരം 19.6 മീറ്റർ ആണ്. അപ്പൊ അതേ 19.6 മീറ്റർ പെർ സെക്കൻഡ് 0 ആവാൻ എടുക്കുന്ന ദൂരം സെയിം ആയിരിക്കും. കാര്യം എന്താ? ഇവിടെ വെച്ച് ഫ്രീ ഫോൾ ആയിരുന്നു. ഫ്രീ ഫോൾ ആണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ അതിന്റെ ആക്സലറേഷൻ. ഇവിടെ റിട്ടാർഡേഷൻ നമുക്ക് കിട്ടിയത് എത്ര തന്നെയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ സെയിം ദൂരം തന്നെ ട്രാവൽ ചെയ്യും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 19.6 മീറ്റർ എന്ന് എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. യെസ്. അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. ചോദിച്ചിരിക്കുന്നത് ലോസ് ഓഫ് മോഷൻ എന്നാണ്. A string of negligible mass going over a clamped pulley of mass small m. അതായത് പുള്ളിയുടെ മാസ് തന്നിട്ടുണ്ട് സ്മോൾ m ആണ്. Supported a block of mass capital M as shown in the figure. The force on the pulley by the clamp എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ക്വസ്റ്റൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ബ്ലോക്ക് കാരണം അതിന്റെ വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യും. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് mg ഡൗൺവേർഡ് ആക്ട് ചെയ്യും. ഇനി ഇത് കൂടാതെ ഈ പുള്ളിയുടെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും, സ്മോൾ mg. അതേപോലെ തന്നെ ഈ റോപ്പയിൽ ഒരു ടെൻഷൻ ആക്ട് ചെയ്യും. ഈ റോപ്പയിൽ നിന്ന് ഇവിടുന്ന് താഴോട്ടും ടെൻഷൻ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതൊക്കെ എത്രയാണ് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഇവന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ mg ആണ് അല്ലെ? ഈ ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ mg ആണ്. ഇനി ഈ പുള്ളിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് സ്മോൾ mg ആണ്. ഈ റോപ്പയിൽ ആക്ട് ചെയ്യുന്നത് ടെൻഷൻ ആണ്. ആ ടെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ mg ആണ്.
കാര്യം എന്താ, ഈ സിസ്റ്റം റസ്റ്റില്ല. അപ്പൊ ഉറപ്പായിട്ട് ഒരു റോപ്പയിൽ ഒരു ബ്ലോക്ക് ഹോൾഡ് ചെയ്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആളുടെ, ഇപ്പൊ ഞാൻ റോപ്പെ തൂങ്ങി കിടന്നാൽ എന്റെ വെയിറ്റ് ആണ് റോപ്പെ കിട്ടുന്നത്, ഞാൻ അനങ്ങുന്നൊന്നുമില്ല, റസ്റ്റില്ല, ഇക്വിലിബ്രിയത്തില്ല. അപ്പൊ എന്റെ വെയിറ്റ് കംപ്ലീറ്റ്ലി റോപ്പെ കിട്ടും. അപ്പൊ റോപ്പിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ വെയിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ബ്ലോക്കിന്റെ വെയിറ്റ് അവിടെ ടെൻഷൻ ആയിട്ട് കിട്ടി. അപ്പൊ ഈ സെയിം ടെൻഷൻ തന്നെ അല്ലേ, കാര്യം മാസ്ലെസ് റോപ്പ്, അപ്പൊ ടെൻഷൻ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. ഈ സെയിം ടെൻഷൻ തന്നെ ഇവിടെയും കിട്ടും. ആ ടെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ജി ആയിരിക്കും. ക്ലിയർ? ഇനി ഞാൻ ഈ പുള്ളി സിസ്റ്റത്തിന്റെ മാത്രം FBD വരയ്ക്കുകയാണ്. പുള്ളി സിസ്റ്റത്തിനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, പുള്ളി സിസ്റ്റത്തിനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത്, ഇത് നമ്മുടെ പുള്ളിയാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ പുള്ളിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ വെർട്ടിക്കലി ഡൗൺ ആരൊക്കെയാ? ഒന്ന് പുള്ളിയുടെ വെയിറ്റും mg ഉണ്ട്, അതേപോലെ ഈ പുള്ളിക്ക് കിട്ടുമല്ലോ ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ ബ്ലോക്കിന്റെ വെയിറ്റ്, ഇത് രണ്ട് സെയിം ആണ്. അപ്പൊ ആ ബ്ലോക്കിന്റെ വെയിറ്റ് mg താഴോട്ട് കിട്ടുമല്ലോ. ഇനി ചിന്തിക്കരുത് ഈ mg കൂടെ ആഡ് ചെയ്യണം, അല്ല. ഈ mg എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫോഴ്സ് ആണ്, നമ്മൾ അത് നോക്കുന്നില്ല. ഇനി ഇത് മാത്രമായിട്ട് എടുത്താൽ ഈ ബ്ലോക്കിനെ എടുത്ത് മാറ്റിയിട്ടാണ് നോക്കുന്നത്. ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പം ഈ ടെൻഷൻ mg ആണെന്ന് കാണിക്കാനാണ് ഇവിടെ വരച്ചത്, അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പൊ ഈ പുള്ളിയേല് ഈ ഡയറക്ഷനിൽ ടെൻഷൻ കിട്ടുന്നുണ്ട്, ആ ടെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ mg ആണ്. ഇനി ഈ പുള്ളിയേല് അതിന്റെ വെയിറ്റ്, അതിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്ന് താഴോട്ട് അതിന്റെ വെയിറ്റ് സ്മോൾ mgയും, അതേപോലെ ക്യാപിറ്റൽ mg വെയിറ്റ്, ഈ ബ്ലോക്കിന്റെ ക്യാപിറ്റൽ mg വെയിറ്റ് താഴോട്ട് കിട്ടുന്നുണ്ട് പുള്ളിയിൽ. അപ്പൊ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് ഈ നെറ്റ് ഫോഴ്സ് ആണ്, ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്നത് ഈ നെറ്റ് ഫോഴ്സ് ആണ്. അപ്പൊ ഇതൊരു പാരലോഗ്രാം പോലെ കൺസിഡർ ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് പാസ് ത്രൂ ദ ഡയഗണൽ ആണ്. അപ്പൊ ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഞാൻ റിസൾട്ടന്റ് ഫോഴ്സിനെ FR എന്ന് വിളിക്കുന്നു. സോ ആ റിസൾട്ടന്റ് ഫോഴ്സ് ഞാൻ ഇവിടോട്ട് എഴുതി കാണാം. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. സോ എനിക്ക് എങ്ങനെ എഴുതാം? mg പ്ലസ് സ്മോൾ mg ദ ഹോൾ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ mg ദി ഹോൾ സ്ക്വയർ. ക്ലിയർ? സോ ഇവിടെ നിന്ന് എനിക്ക് എന്ത് പറയാം? കോമൺ ആയിട്ട് ആരെങ്കിലും പുറത്തെടുക്കാനുണ്ടോ? കോമൺ ആയിട്ട് നമുക്ക് ഇവിടുന്ന് g പുറത്തെടുക്കാമല്ലോ. ഇപ്പൊ g റൂട്ടിന് പുറത്തെടുത്തു. സോ റൂട്ട് ഓഫ് എന്ത് കിട്ടും? m പ്ലസ് സ്മോൾ m ദ ഹോൾ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ എമ്മിന്റെ സ്ക്വയർ, g ഇൻറ്റു m പ്ലസ് m ദ ഹോൾ സ്ക്വയർ പ്ലസ് സ്മോൾ എമ്മിന്റെ സ്ക്വയർ. ഓപ്ഷൻ 3. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ലോജിക്കാണ്. ഇനി ചിലർക്ക് ഇവിടെ ഒരു ഡൗട്ട് വരാം, ആക്ച്വലി ഞാൻ കണ്ടുപിടിച്ചത് പുള്ളി ക്ലാമ്പിന് കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഈ കണ്ടുപിടിച്ചത്. ഓർത്ത് വെക്കുക, പുള്ളി ക്ലാമ്പിന് കൊടുക്കുന്ന ഫോഴ്സും ക്ലാമ്പ് തിരിച്ച് പുള്ളിക്ക് കൊടുക്കുന്ന ഫോഴ്സും ആക്ഷൻ റിയാക്ഷൻ പെയറുകളാണ്, അത് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പൊ ഏത് കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത നമുക്ക് നോക്കാം. The electric potential at the center of two concentric half rings, radii R1 and R2 having same linear charge density. Linear charge density, charge per unit length, lambda. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് അസ്യൂം ചെയ്യാം ഈ കാണുന്ന ഇതിന് അക്രോസ് ഉള്ള ചാർജ് Q1 ആണ്, ഇവൻ അക്രോസ് ഉള്ള ടോട്ടൽ ചാർജ് Q2 ആണ്, ഇവരുടെ റേഡിയസ് R1 R2 ആണെന്നൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് the potential, electric potential at the center of two concentric half ring ആണ്. എക്സാക്ട് ഈ സെന്ററിലെ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് പൊട്ടൻഷ്യൽ അറ്റ് O ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ റിങ് തരുന്ന പൊട്ടൻഷ്യൽ V1 ആണെന്നും രണ്ടാമത്തെ പൊട്ടൻഷ്യൽ V2 ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ V1 പ്ലസ് V2 എടുത്താൽ മതി. പൊട്ടൻഷ്യൽ കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? KQ ഡിവൈഡഡ് ബൈ R ആണ്. KQ ബൈ R ആണ്. നമുക്കറിയാം K എന്ന് പറഞ്ഞാൽ 1/4πε0. Q എന്ന് പറഞ്ഞാൽ ആ ഏത് സ്ഫിയർ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ സർഫസിലുള്ള ചാർജ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ Q എന്ന് പറയുന്ന ടേം വെച്ചിട്ടല്ല ഓപ്ഷൻ എല്ലാം ലാംഡയുടെ ടേമിലാണ്, ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ടേമിലാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തണം. വാട്ട് ഈസ് ലാംഡ? നമ്മളപ്പോ അതിലേക്ക് ഇതിനെ എത്തിക്കണം. വാട്ട് ഈസ് ലാംഡ? ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അവിടുന്ന് ചാർജ്, ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു R എന്ന് എഴുതാം. ക്ലിയർ? യൂണിറ്റ് ലെങ്ത് ആണ്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ അവിടുന്ന് ചാർജ് Q ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു L എന്ന് എഴുതാം. ലാംഡ ഇൻറ്റു L എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് R1 റേഡിയസ് ഉള്ള സെമി സർക്കിൾ, അതിന്റെ ആ ഹാഫ് റിങ്ങിന്റെ ടോട്ടൽ ചാർജ് ഞാൻ Q1 എന്ന് എടുക്കാൻ പോകും. R1 റേഡിയസ് ഉള്ളതിന്റെ ടോട്ടൽ ചാർജ് നമുക്ക് Q1 എന്ന് എടുക്കാം. Q1 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് Q1? ലാംഡേനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ലാംഡ ഫസ്റ്റ് വണ്ണിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി.
സോറി ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് ഇൻറ്റു L1 എന്ന് പറയുമ്പോൾ ഇത് ഹാഫ് റിംഗ് ആണ്. ടോട്ടൽ റിംഗ് ആയിരുന്നെങ്കിൽ അതിന്റെ ടോട്ടൽ പെരിമീറ്റർ കൊണ്ട് ടോട്ടൽ ലെങ്ത് എത്രയാണ് 2πr ആണ്. അപ്പം ഹാഫ് എടുത്താൽ മതി, അത് πr ആണ്. സോ Q1 എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു πr1 എന്ന് എനിക്ക് എഴുതാം. സിമിലർലി Q2 എന്ന് പറയുന്നത് എന്ത് എഴുതാം? ലാംഡ ഇൻറ്റു πr2 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. സോ ഇവിടെ ഇനി ഈ വാല്യൂ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് O VO which is equal to what is V1? V1 എന്ന് പറഞ്ഞാൽ K ഡിവൈഡഡ് ബൈ അവന്റെ റേഡിയസ് R1 പ്ലസ് രണ്ടാമത്തെ ആളുടേത് Q2 ഡിവൈഡഡ് ബൈ റേഡിയസ് R2 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു K കോൺസ്റ്റന്റ് ഇങ്ങ് പുറത്തെടുക്കാം അല്ലെ, K ഇൻറ്റു അല്ല K അതിന്റെ കൂടെ തന്നെ എഴുതിക്കുക K ഇൻറ്റു Q1. വാട്ട് ഈസ് Q1? ലാംഡ പൈ R1. Q1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു ലാംഡ പൈ R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് K ഇൻറ്റു ലാംഡ പൈ R2 ഡിവൈഡഡ് ബൈ R2. ഇവിടുന്ന് ഒരു R2 കട്ട് ചെയ്യാം, ഇവിടുന്ന് ഒരു R1 കട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിയേ K ലാംഡ പൈ പ്ലസ് K ലാംഡ പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 2K ലാംഡ പൈ. അപ്പൊ 2 ഇൻറ്റു K എന്ന് പറഞ്ഞാൽ 1/4π എപ്സിലോൺ 0 അല്ലേ? K ലാംഡ പൈ പ്ലസ് K ലാംഡ പൈ. അപ്പൊ K എന്ന് പറഞ്ഞാൽ 1/4π എപ്സിലോൺ 0. ഇത് 2 തവണയുണ്ട്. അപ്പൊ 2 ഇൻറ്റു 1/4π എപ്സിലോൺ 0 ലാംഡ പൈ എന്ന് കിട്ടും. ലാംഡ പൈ എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഒരു പൈയും കട്ട് ചെയ്യാം. സിമിലർലി ഇവിടെ നിന്ന് ഒരു 2ഉം 4 കൂടെ കട്ട് ചെയ്ത് താഴെ ഒരു 2 കിട്ടും. സോ ഫൈനൽ ആൻസർ ഈസ് ലാംഡ ബൈ 2 എപ്സിലോൺ 0. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന വാല്യൂ ആണ്. ലാംഡ ബൈ 2 എപ്സിലോൺ 0. ഓപ്ഷൻ 1 ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ലാംഡ ബൈ 2 എപ്സിലോൺ 0 ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ആക്ച്വലി ഇത് ഡയറക്റ്റ് റിലേഷൻ ഒക്കെ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്. എ ഗിവൺ ഒബ്ജക്റ്റ് ടേക്സ് n times the time to slide down 45 degree rough inclined plane as it takes time slides down an identical perfectly smooth 45 degree inclined plane. The coefficient of kinetic friction between object and the surface is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളുടെ കയ്യിലൊരു ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട്. രണ്ട് ഇൻക്ലൈൻഡ് സർഫസുകൾ ഉണ്ട്. യെസ്, അതിൽ ഒരെണ്ണം സ്മൂത്ത് ആണ്, ഒരു സർഫസ് സ്മൂത്ത് ആണ്, അടുത്ത സർഫസ് റഫ് ആണ്. ഒരു സർഫസ് സ്മൂത്ത് ആണ്, അടുത്ത സർഫസ് റഫ് ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗിവൺ ഒബ്ജക്ട് ടേക്ക് n times the time to slide down on a 45 degree inclined plane as it takes the time to slide down on an inclined perfectly smooth. അതായത് സ്മൂത്തില് ഇപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ നമുക്ക് തീറ്റാന്ന് എടുക്കാം, 45 ഡിഗ്രി എന്നാണ് ഞാനിപ്പം ജനറലി രണ്ടിടത്തും തീറ്റാന്ന് എടുത്തു. ഈ സ്മൂത്തില് നിങ്ങൾ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുക്കുക, ഡ്രോപ്പ് ചെയ്യുകയാണ്. ഈ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് s ആണ്. അതേ ഡിസ്റ്റൻസ് ആണ് ഇവിടെയും ട്രാവൽ ചെയ്യാൻ പോകുന്നത്, ഐഡന്റിക്കൽ ആണ് അല്ലെ? അതേ എസ് ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്യുവാണ്, പക്ഷെ സർഫസ് റഫ് ആണ്. അപ്പൊ എന്താ ഡിഫറൻസ് സംഭവിച്ചത്? ഇവിടെ എടുത്ത ടൈം ഇന്റർവെൽ ടി ആണെങ്കിൽ, ഇവിടെ എടുത്ത ടൈം എത്ര ആയിട്ട് മാറി? n ടൈംസ് ടി ആയിട്ട് മാറി. എന്താ കാര്യം? ഇവിടെ റഫാണ്. റഫ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആർ ആക്ട് ചെയ്യും, ഫ്രിക്ഷനോട് എക്സിസ്റ്റ് ചെയ്യും ആണോ? അപ്പൊ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ ഡൗൺവേർഡ് ഇവന്റെ ആക്സിലറേഷൻ ഓർത്തൊക്കെ വെയിറ്റ് ആണ്, വെയിറ്റ് ഡൗൺവേർഡ് എം ജി ആണ്. അപ്പൊ ഇങ്ങോട്ട് ആരുണ്ട്? ഈ ഇൻക്ലൈൻഡ് ആയിട്ട് എം ജി സൈൻ തീറ്റ അല്ലെ? അല്ലെങ്കിൽ സിംപിളി ഓർത്താൽ മതി, സ്മൂത്ത് ഇൻക്ലൈൻഡ് സർഫസ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റ ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അത് റഫ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ആയിരിക്കും. ഇത് നമ്മൾ പഠിക്കുന്നത്. ഡൗൺവേർഡ് എം ജി സൈൻ തീറ്റ ഓപ്പോസിറ്റ് എഫ് കെ എടുത്താൽ മതി. അപ്പം സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആക്സലറേഷൻ ജി സൈൻ തീറ്റ ആകുമ്പോൾ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആക്സലറേഷൻ ജി സൈൻ തീറ്റ മൈനസ് ഒരു മ്യൂ കോസ് തീറ്റ ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഫ്രിക്ഷൻ കാരണമാണ്.
അതായത് ഇവിടെ ഒരു റിട്ടാർഡേഷൻ, ഒരു ഒപ്പോസിഷനൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ടൈം കൂടുതൽ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഈ സർഫസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക, രണ്ട് കേസിലും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണല്ലോ. അപ്പൊ സ്മൂത്ത് ആയിരുന്നപ്പോൾ, ശ്രദ്ധിച്ചിരിക്കണം, സ്മൂത്ത് സർഫസ് ആയിരുന്നപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എസ് ഇസ് ഈക്വൽ ടു യു സീറോ ആണ്, ഡ്രോപ്പ് ചെയ്യുവാണ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ജി സൈൻ തീറ്റ ആയിരുന്നു അല്ലേ, ഹാഫ് എ ടി സ്ക്വയർ, ടി സ്ക്വയർ. ഇതാണ് സ്മൂത്തിന്റെ കേസ്. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി അടുത്ത റഫ് ഇൻക്ലൈൻഡ് പ്ലെയിന്റെ കേസ് എടുക്കാൻ പോകും. റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ, റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്, യു സീറോ ആയിപ്പോയി. ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു എന്ത് വരും, സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ടി സ്ക്വയർ അല്ല, എൻ സ്ക്വയർ ടി സ്ക്വയർ ആണ് ഇക്വേഷൻ നമ്പർ 2. എൻ സ്ക്വയർ ടി സ്ക്വയർ ആണ്, കാരണം എൻ ടൈംസ് ടി ആയെന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ടിന്റെ എൽ എച്ച് എസ് സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യാം. ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എൽ എച്ച് എസ് സെയിം ആയതുകൊണ്ട് ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് 1/2 ജി ടി സ്ക്വയർ കട്ടായിപ്പോ 1/2 ജി ടി സ്ക്വയർ കട്ടായിപ്പോ. അപ്പൊ ഇനി എന്താ എൽ എച്ച് എസിലുള്ളത്, സൈൻ തീറ്റ മാത്രമാണ്. സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ഉള്ളത്, സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് കിട്ടും. ക്വസ്റ്റിനകത്ത് തീറ്റ 45 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 45 ആകുമ്പോൾ ഇത് 1/√2 ആണ്. അപ്പൊ ഇത് 1/√2 ആണ്, ഇത് 1/√2 ആണ്, ഇത് 1/√2 ആണ്, എല്ലാം 45 അല്ലേ. അപ്പൊ ഈ 1/√2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1/√2 കട്ട് ചെയ്യുക, അതായത് ഇതും ഇതും ഇതുകൂടെ കട്ട് ചെയ്യാം. അപ്പൊ എൽ എച്ച് എസ് സി നിങ്ങൾക്ക് ഒരു 1 മാത്രം കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ. ക്ലിയർ? അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എന്താ എഴുതാം, 1 മൈനസ് മ്യൂ ഈക്വൽ ടു 1/n സ്ക്വയർ എന്ന് എഴുതാം. therefore മ്യൂ ഈക്വൽ ടു 1 മൈനസ് 1/n സ്ക്വയർ എന്ന് എഴുതാം. ഇത് ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്ന ഒരു ജനറൽ ഇക്വേഷൻ ആണ്, അതുകൊണ്ട് ഇത്രയും സോൾവ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം. ഈ വീഡിയോ ക്ലാസ് കാണുന്ന മിക്കവർക്കും ഇത് അറിയായിരിക്കും. മ്യൂ ഈക്വൽ ടു 1 മൈനസ് 1/n സ്ക്വയർ, 1 മൈനസ് 1/n സ്ക്വയർ. ഓപ്ഷൻ 1 ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, binding energy of a certain nucleus is 18 into 10 raised to 8 joule. How much is the difference between total mass of all nucleons and nuclear mass? All nucleons and nuclear mass given of nucleus is. Okay. How much is the difference between total mass for nucleus and nuclear mass given? Okay. Binding energy നമുക്ക് തന്നിട്ടുണ്ട്. ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഇ ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ, ജനറൽ ഇക്വേഷൻ അല്ലെ. ഹൗ മച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് എന്നാണ് ചോദിച്ചത്, അതായത് ഡെൽറ്റ എം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡെൽറ്റ എം ഈക്വൽ ടു ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ഇ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. എനർജി തന്നിട്ടുണ്ട് അല്ലെ, ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. എത്രയാണ്, 18 into 10 raised to 8 divided by c square. c എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 ആണ്. സ്ക്വയർ എടുത്താൽ മതി. 9 into 10 raised to 16 എന്ന് കിട്ടും. അപ്പൊ ഇതൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 കിട്ടും. ഇവനോടെ കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 2 into 10 raised to -8 എന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ നോക്കുക, ഓപ്ഷൻസ് ഗ്രാമിലാണ്, നമുക്ക് കിട്ടുന്നത് കിലോഗ്രാമിലാണ് അല്ലെ. ഇത് കിലോഗ്രാമിലാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഇവനെ വീണ്ടും കൺവേർട്ട് ചെയ്യാം. 2 into 10 raised to -8 into 10 raised to ഒരു 3 വരും അല്ലേ, കറക്റ്റ് അല്ലേ, 10 raised to 3 വരും. സോ 10 raised to 3യുടെ ഒരു 0 എടുത്ത് ഞാൻ ഇവന് കൊടുക്കാൻ പോവാണ്. അപ്പൊ അത് 20 ആവും, ഓപ്ഷനിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ഒരു 10 raised to 2 ഉണ്ട്, അതും ഇതൂടെ കട്ട് ചെയ്താൽ ഇൻറ്റു 10 raised to -6. ഇപ്പൊ ഗ്രാമിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. 10 raised to -6 മൈക്രോ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 20 മൈക്രോഗ്രാം എന്ന് കിട്ടും. So answer is option 1. Question number 14 എന്താ ചോദിച്ചത്, the volume of an ideal gas is changed adiabatically from 5 liter to 4 liters. The ratio of initial pressure to the final pressure. Simple question ആണ്. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന് നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്, അഡിയബാറ്റിക്കലി എന്ന് പറയുന്നുണ്ട്. അതൊരു സിമ്പിൾ ക്ലൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, PV raised to gamma is a constant അല്ലേ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, PV raised to gamma is a constant. സോ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം P initial
V initial raised to gamma, which is equal to P final V final raised to gamma. നമ്മളോട് ചോദിച്ചത് എന്താണ്? The ratio of the initial pressure to the final pressure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So initial pressure divided by final pressure, which is equal to V final divided by V initial the whole raised to gamma. So which is equal to, മക്കളെ V final, എടാ നിങ്ങൾ നോക്കിക്കേ, the volume of the ratio of the initial pressure ആ ചോദിച്ചിരിക്കുന്നത്. വോളിയം നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 5 ലിറ്ററിൽ നിന്ന് 4 ലിറ്ററിലോട്ടാണ് മാറ്റുന്നത്. അതായത് ഓർത്ത് വെക്കുക, ഇനിഷ്യൽ ആണ് 5, ഫൈനൽ ആണ് 4. സോ ഫൈനൽ എന്ന് പറയുന്നത് 4 ആണ്, ഇനിഷ്യൽ എന്ന് പറയുന്നത് 5 ആണ്. ദ റേസ് ടു ഗാമ, ഗാമ തന്നിട്ടുണ്ട്, തന്നില്ലെങ്കിൽ നമുക്കറിയാം 1.5 ആണ്. സോ ദാറ്റ് ഈസ് 3/2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നോക്കിയാൽ 4 റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ 2 ആണ്, 2 ക്യൂബ് 8 ആണ്, ഡിവൈഡഡ് ബൈ താഴെ 5 ക്യൂബ്, 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 5 × 5 × 5, അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ ഒരു 5 പുറത്ത് വരും അല്ലെ, ഒരു 5 പുറത്തെടുക്കാം, 5√5 എന്ന് എഴുതാം, 5√5. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നൊരു വാല്യൂ ആണ്. 8 ഡിവൈഡഡ് ബൈ 5√5, ഓപ്ഷൻ 2. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മൂവിങ് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ്റെ ഒക്കെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ശ്രദ്ധിച്ചിരിക്കും. എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 2 × 10⁻³ ടെസ്ല along positive y direction. A rectangular loop of side 20 cm and 10 cm with current of 5 ampere is in YZ plane. The current is an anti-clockwise sense with a reference to negative x-axis. Magnitude and direction of the torque കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഞാൻ ആദ്യം അതിലെ XY Z ആക്സിസുകൾ അങ്ങ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാകണമെങ്കിൽ, കാര്യം ഡയറക്ഷൻ ഒക്കെ പറയണം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ആക്സിസ് പ്ലോട്ട് ചെയ്യണം. സോ ഇത് ഞാൻ X ആക്സിസിന് എടുത്തു, അതായത് Y ആക്സിസിന് എടുത്തു, ഇത് Z ആക്സിസിന് എടുത്തു. ഇനി ക്വസ്റ്റ്യനിലെ ലൈൻ ബൈ ലൈൻ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 2 × 10⁻³ എലോങ് Y ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എലോങ് Y ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ പ്ലെയിൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കുക. A rectangular loop of side 20 and 10 cm carries a current 5 ampere in YZ plane. ഇമ്പോർട്ടന്റ് ആണ്, YZ plane. മക്കളെ YZ plane എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് Y, ഇതാണ്, ഞാനത് വേറൊരു കളറിലോട്ട് സ്വിച്ച് ചെയ്യാം മനസ്സിലാക്കണമെങ്കിൽ. വാ, ഇതാണ് Y അല്ലേ, ഇതാണ് Z. യെസ്, അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു YZ പ്ലെയിനിലാണ് ഇവനെ വെച്ചിരിക്കുന്നത്. കണ്ടോ, YZ പ്ലെയിനിലാണ്, ഇങ്ങനെ YZ പ്ലെയിനിലാണ് വെച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ക്ലിയർ? അപ്പൊ എലോങ് ദ പ്ലെയിനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. യെസ്, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറണ്ട് ഇൻ ദി ആന്റി ക്ലോക്ക്വൈസ് സെൻസ് വിത്ത് റെഫറൻസ് ടു ദി നെഗറ്റീവ് X ആക്സിസ്. കറണ്ട് ആന്റി ക്ലോക്ക്വൈസ്, ഇത് പോസിറ്റീവ് X ആക്സിസ്. നെഗറ്റീവ് X ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക്വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങണം. അതായത് ഇവിടുന്ന് ഇങ്ങനെയാണ് കറണ്ട് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ്. കറണ്ട് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ്. ഇവിടുന്ന് നോക്കണം, ഇപ്പുറത്തുനിന്ന് നോക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. കറണ്ട് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് കാണാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ടോർക്ക് അല്ലേ ചോദിച്ചിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക്. മക്കളെ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോർക്ക് കാണാൻ നമുക്ക് അറിയാവുന്ന ജനറൽ ഇക്വേഷൻ ടോ ഈക്വൽ ടു M ക്രോസ് B എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. M ക്രോസ് B ആണോ? മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, അപ്പൊ M കൂടെ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ ടോർക്ക് ഈക്വൽ ടു MB സൈൻ തീറ്റ, M ക്രോസ് B, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് MB സൈൻ തീറ്റ. M കാണാൻ നമുക്കറിയാം IA അല്ലെ, കറണ്ടിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യെസ്, അപ്പൊ അത് ഞാൻ M കണ്ടുപിടിക്കാൻ പോകും, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് 5 ആംപിയർ ഇൻറ്റു ഏരിയ സൈഡ് 20 10 ആണ്, സെന്റിമീറ്ററിലാണ്. അപ്പൊ സെന്റിമീറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് സെന്റിമീറ്റർ സ്ക്വയർ ഹോൾ സ്ക്വയർ എടുത്താൽ മതി അല്ലെ. അപ്പൊ കറണ്ട് 5 ആണ്, ഏരിയ എന്ന് പറയുന്നത് 20 × 10 × 10⁻⁴.
കാര്യം ഇതും സെന്റിമീറ്ററിലായിരുന്നു. അപ്പൊ 20 × 10⁻², ഇതും സെന്റിമീറ്ററിലാണ്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ റൈസ് ടു -2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇത് എത്ര വരും മക്കൾ? 5 × 2 10 ഇൻറ്റു അല്ലെ, എം എന്ന് പറഞ്ഞാൽ 5 × 2 10. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് അല്ലെ, ശ്രദ്ധിച്ച് നോക്കണം. 5 × 2 10, ഇവിടെ ഒരു 10ഉം ഇവിടെ ഒരു 10ഉം ഉണ്ട്. അപ്പൊ 10⁻² × 10⁻⁻4 which is equal to 10⁻⁻1 എന്ന് കിട്ടും. 10⁻⁻1 എന്ന് കിട്ടും എം. പക്ഷെ ചോദിച്ചത് ടോർക്ക് കാണാനാണ്. അപ്പൊ ടോർക്ക് കാണാൻ എം ബി സൈൻ തീറ്റ, ടോർക്ക് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ 10⁻⁻1 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ബി എത്ര മക്കളെ തന്നിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ബി 2 × 10⁻³ മാഗ്നറ്റിക് ഫീൽഡ് ബി 2 × 10⁻³ ഇൻറ്റു തീറ്റ. തീറ്റ അവിടെ ശ്രദ്ധിക്കണം. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എം ആൻഡ് ബി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ്. ഇനി എം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എമ്മിന്റെ ഡയറക്ഷൻ എങ്ങനെ കാണും? എന്ത് കണ്ടുപിടിച്ചാൽ അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. കറണ്ട് എങ്ങോട്ട് കേൾ ചെയ്യുന്നു, കറണ്ട് കേൾ ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡിന്റെ തമ്പ് ഫിംഗേഴ്സ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് എം. അപ്പൊ അതെ എം, ഇതാണ് ഡയറക്ഷൻ ഓഫ് എം. അപ്പൊ ഡയറക്ഷൻ ഓഫ് എം ടുവേർഡ്സ് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡയറക്ഷനിലോട്ടാണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ തീറ്റ 90 ആയി അല്ലേ, തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ സൈൻ 90 1 ആണ്. സോ ടോർക്കിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടണം മക്കളെ? 2 × 10⁻⁻5 2 × 10⁻⁻5 എന്ന് കിട്ടും. യെസ്. ഇനി അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ആദ്യം ഉണ്ടോ നോക്കണം. 2 × 10⁻⁻4 ആണല്ലോ, എവിടെ തെറ്റിയല്ല നമ്മൾ ചെയ്തത്? 2 × 10⁻⁻4 അല്ലേ? യെസ്. ഇത് 3ഉം ഇതൊന്നും അല്ലേ? 2 × 10⁻⁻4 ആണ് അല്ലേ, കറക്റ്റ് അല്ലേ? ഇത് 2 10⁻⁻3 10⁻1 2 × 10⁻⁻4 ആണ്. ഇനി ഡയറക്ഷനോടെ പറയണം. എങ്ങനെ ഡയറക്ഷൻ പറയാം? എം ക്രോസ് ബി ആണ് ടോർക്ക്. എം ക്രോസ് ബി, ഇതാ എം ഇങ്ങോട്ടാണ്, എം ഇങ്ങോട്ടാണ്. അപ്പം ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ അറിയണം. രണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ വെക്ടർ എ വെക്ടർ ബി ആണെങ്കിൽ എ ക്രോസ് ബി എടുക്കുമ്പോൾ എയിലോട്ട് ഈ ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്തിട്ട് ബിയിലോട്ട് ക്രോസ് ചെയ്താൽ മതി, എ ക്രോസ് ബി. അപ്പം സി റിസൾട്ടന്റ് വെക്ടർ തരും. അപ്പൊ നമുക്കിവിടെ എം ക്രോസ് ബി ആണ്. അപ്പൊ എം എങ്ങോട്ടാ? എം ഇത് ഇങ്ങോട്ടാണ്, എം എം. ബി എങ്ങോട്ടാ? മുകളിലോട്ടാണ്. അപ്പം ഇത് നെഗറ്റീവ് എക്സ് ആണ്, ഇത് പോസിറ്റീവ് വൈ ആണ്. അപ്പം എം ക്രോസ് ബി ഇൻടു ദ പ്ലെയിൻ, ഇൻടു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, എം എന്ന് പറയുന്നത് നെഗറ്റീവ് ഐ ക്യാപ്പ് ആണ്. ക്രോസ് ബി എന്ന് പറയുന്നത് ജെ ക്യാപ്പ് ആണ് അല്ലേ, ഐ ക്രോസ് ജെ കെ ആണ് അല്ലേ. പക്ഷെ എങ്ങോട്ടാ? ഇൻടു ദ പ്ലെയിൻ. അപ്പം നെഗറ്റീവ് കെ ആണ്, മൈനസ് കെ. അപ്പൊ അത് നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പൊ നമ്മൾക്ക് ആൻസർ എത്ര കിട്ടും? 2 × 10⁻⁻4 2 × 10⁻⁻4 നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ. ഓപ്ഷൻ 1 ഈസി ആയിട്ട് എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഈ ലോജിക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ നല്ല സമയം എടുത്താണ് ഈ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇനിയെങ്കിലും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനും കോൺസെപ്റ്റും പ്രോപ്പർ ആയിട്ട് പഠിച്ചോണം. അവസാന ഡിസ്കഷൻ ആണ്, ചുമ്മാതെ കുറെ ക്വസ്റ്റ്യൻ സ്പീഡിൽ ഞാൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വിഡ്ത്ത് ഓഫ് one of two slit in Young's double slit experiment is 4 times that of other slit. The ratio of the maximum and minimum intensity, maximum and minimum ആണ് കേട്ടോ, maximum and minimum അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് പറയാം. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ആണ്. ഈ റിലേഷൻ നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്നതാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ആണ്. ഇനി നമ്മളോട് മാക്സിമം മിനിമം തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇന്റൻസിറ്റി വിഡ്ത്തുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒന്നാമത്തെ ഇന്റൻസിറ്റി I1 4i ആണെങ്കിൽ രണ്ടാമത്തെ ഇന്റൻസിറ്റി I2 നമുക്ക് I എന്ന് വിളിക്കാം. കാര്യം വിഡ്ത്ത് ഒരു കേസിൽ 4 ടൈംസ് ആണ് പറയുന്നത്. യെസ്. അപ്പം മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. √I1 + √I2 ദ ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുള്ളതാണ്.
അതുപോലെ മിനിമം ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മിനിമം ഇന്റൻസിറ്റി റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. സോ I max divided by I min which is equal to, നമുക്കിത് ഡയറക്റ്റ് എഴുതാവുന്ന എന്നൊക്കെ I1 എത്രയാ? 4i ആണ്. I2 എത്രയാ? I ആണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ കിട്ടും, 9i എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ദറ്റ് ഈസ് 9i ഡിവൈഡഡ് ബൈ ഇത് എത്ര കിട്ടും മക്കളെ? ഇതെന്ന് പറയുന്നത് റൂട്ട് 4i. ഇത് എത്രയാ? I അല്ലേ? അപ്പൊ റൂട്ട് 4i ഇത് റൂട്ട് I അല്ലേ? ഇറ്റ് ഈസ് I which is equal to I. So that is equal to 9:1 എന്ന് കിട്ടും. 9:1 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ 4 എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ഹോളോസ്ഫിയർ ടു ദാറ്റ് ഓഫ് സോളിഡ് സിലിണ്ടർ ഓഫ് ഈക്വൽ മാസസ് ഫോർ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദെയർ ഡയമീറ്റർ ആക്സിസ് AB shown in the figure. അതായത് രണ്ട് ഡിഫറെന്റ് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ആക്സിസ് AB-നെ ബേസ് ചെയ്തിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷന്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം. ഒന്നാമത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1 which is equal to mk1 സ്ക്വയർ എന്ന് എടുക്കാം. ജനറൽ ഇക്വേഷൻ mk², മൊമെന്റ് ഓഫ് ഇനർഷ്യ mk1 സ്ക്വയർ. ഇതാരാണ്? ഹോളോസ്ഫിയർ ആണ്. അപ്പൊ ഹോളോസ്ഫിയർ വരുമ്പോൾ 2/3 mr സ്ക്വയർ ആണ്. 2/3 mr സ്ക്വയർ. ഇവിടുന്ന് ഒരു m എനിക്ക് കട്ട് ചെയ്യാം. സോ ഫൈനലി ഇവിടുന്ന് k1 കിട്ടും റൂട്ട് 2/3 r എന്ന് കിട്ടി. റൂട്ട് 2/3 r. ഫസ്റ്റ് കേസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ ഒരു സോളിഡ് സിലിണ്ടർ ആണ് അല്ലെ തന്നിരിക്കുന്നത്. സോളിഡ് സിലിണ്ടർ ആണ്. ഇപ്പൊ സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആക്സിസിനെ ബേസ് ചെയ്തുള്ളതാണ് വേണ്ടത്. അപ്പൊ ഉറപ്പായിട്ടും ഇത് എങ്ങനെ ചെയ്യേണ്ടി വരും? ഈ എൻഡിലുള്ള ആക്സിസിനെ ബേസ് ചെയ്യുമ്പോൾ ഒരു സോളിഡ് സിലിണ്ടറിന്റെ സെന്ററിലേതും എടുക്കണം അല്ലെ. ഒരു സോളിഡ് സിലിണ്ടർ ആണിത്, ഒരു സിലിണ്ടർ ആണ്. അപ്പൊ ഇതൊരു റോഡ് പോലെ നമുക്ക് ആക്ട് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിത്ത് റെസ്പെക്ട് സെന്റർ എടുത്തിട്ട് ഈ എൻഡിലേക്ക് കൊണ്ടുവരാം, അല്ല എന്നിട്ട് എന്ത് ചെയ്യണം? ICM പ്ലസ് പാരലാക്സിസ് തിയറം ഒക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു വരാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം ഈ എൻഡിലേത് ഇതൊരു റോഡായിട്ട് അസ്യൂം ചെയ്താൽ ml²/3 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഡയറക്റ്റ് ഞാൻ അതിന്റെ വാല്യൂ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇതാണ് നമ്മുടെ സോളിഡ് സിലിണ്ടർ. ആക്സിസ് ഇങ്ങനെയാണല്ലോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് വേണ്ടത്. ഇതിനെ ബേസ് ചെയ്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ I2 എന്ന് വിളിക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ mk2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണം, mk2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ആദ്യം നിങ്ങൾ ഈ എൻ പോയിന്റിന്റെ എഴുതാൻ പോവാണ്. ഈ കാണുന്ന എൻ പോയിന്റിൽ ഇതൊരു റോഡ് പോലെയാണ് കിടന്ന് കറങ്ങുന്നത്. അത് ml²/3 ആണ്. അപ്പൊ മാസ് m ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 4r എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ml², സോ 4r ml²/3 പ്ലസ് ഇനി ഇതൊരു ഡിസ്കിന്റെ എക്സാക്ട് സെന്ററിലല്ലേ വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി, ഒരു ഡിസ്കിന് ഡയമീറ്റർ ആയിട്ട് അലോങ് ദ പ്ലെയിനിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയായിരുന്നു ഡിസ്കിന്റെ വരുന്നതെങ്കിൽ അത് mr²/2 ആണ്. അത് ഡയമീറ്റർ അലോങ് ദ പ്ലെയിൻ ആകുമ്പോൾ അത് mr²/4 ആയിട്ട് മാറും. സോ പ്ലസ് mr²/4 ആയിട്ട് മാറും. ക്ലിയർ? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു m എല്ലാം കട്ട് ചെയ്ത് കളയാം. സോ ഫൈനലി k2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടി, ഇത് എത്ര വരും? 16r²/3 പ്ലസ് r²/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 16 × 4 64, 64 3 67, 67 r² ഡിവൈഡഡ് ബൈ 3 × 4 12 എന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് എനിക്ക് ഫൈനലി k2ന്റെ വാല്യൂ കിട്ടും. k2 എടുത്താൽ റൂട്ട് അല്ലേ, റൂട്ട് ഓഫ് 67/12r എന്ന് കിട്ടും. റൂട്ട് ഓഫ് 67/12r എന്ന് കിട്ടും. ഇനി നിങ്ങൾ k1 എത്ര കിട്ടിയ? റൂട്ട് 2/3r ആണ്. അതിന്റെ റേഷ്യോ കാണാനാണ് ചോദിച്ചത്. k1 എന്ന് പറയുന്നത് റൂട്ട് 2/3r ആയിരുന്നു. നമ്മളോട് ചോദിച്ചത് k1 ഡിവൈഡഡ് ബൈ k2 റേഷ്യോ കാണാനാണ് ചോദിച്ചത്. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ 6 രണ്ടും കട്ടായി പോകും. ഇതിനെ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ റൂട്ട് ഓഫ് 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 12/67 അല്ലേ, 12/67. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 4 കിട്ടും.
സോ ഫൈനലി 4 ഇൻറ്റു 2 8 √8 ഡിവൈഡഡ് ബൈ 67 √8 ഡിവൈഡഡ് ബൈ 67 അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ടാവണം. യെസ്, √8/67. എക്സിന്റെ വാല്യൂ കാണാനാണ് ചോദിച്ചത്. സോ ആൻസർ ഈസ് 67. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. ഒരു JEE എക്സാം എഴുതാൻ പോകുന്ന ആളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റനിലേക്ക് നോക്കാം. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ എന്താ? Q/m അല്ലെങ്കിൽ സിംപ്ലി എനർജി ഡിവൈഡഡ് ബൈ മാസ്. മക്കളെ, എനർജി എന്ന് പറയുമ്പോൾ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ ½mv² വല്ല ഓർത്തങ്ങ് എഴുതിയാൽ മതി. മാസ് ഇൻറ്റു വെലോസിറ്റി L(t⁻⁻1) അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ mL²t⁻²) ഡിവൈഡഡ് ബൈ മാസ് ആണ്. കട്ട് ചെയ്ത് കളയാം. സോ ലേറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ എന്ത് കിട്ടി? m⁻⁴ L²t⁻². എന്ന് വെച്ചാൽ ഇത് വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്, അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഓപ്ഷൻ m⁻⁴ L²t⁻². ഓപ്ഷൻ 3 സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. A rectangular loop of length 2.5 meter and width 2 meter is placed at 60 degree to magnetic field of 4 Tesla. The loop is removed from the field in 10 seconds. The average EMF induced. നമ്മളോട് ചോദിച്ചത് EMFന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ΔΦ ഡിവൈഡഡ് ബൈ ΔT minus ΔΦ/ΔT which is equal to minus of എന്താ φ2 minus φ1 divided by T ആണ്. ഇനിഷ്യലി നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ അതിനെ 10 സെക്കൻഡ് സമയത്തേക്ക് നിങ്ങൾ ആ ഫീൽഡിൽ കൊണ്ടുവച്ചു, അത് കഴിഞ്ഞ് അവിടുന്ന് റിമൂവ് ചെയ്തെന്ന്. അപ്പൊ അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലക്സ് ഉണ്ടാവത്തില്ല, φ2 0 ആയിപ്പോകും. സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്, കാര്യം നമ്മൾ ഫീൽഡിൽ ഇരുന്ന ആളെ എടുത്ത് മാറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ ഫ്ലക്സ് ലിങ്കേജ് 0 ആയിപ്പോ, φ2 0 ആയി. സോ മൈനസ് ഓഫ് -φ1. അപ്പൊ മൈനസ് ഓഫ് മൈനസ് അത് പ്ലസ് ആയി, മൈനസ് ഓഫ് മൈനസ് അത് പ്ലസ് ആയി. φ1 വരെ എന്ത് എഴുതാം? φ is equal to b.a അല്ലെങ്കിൽ BA cos θ ഡിവൈഡഡ് ബൈ ടൈം. ബി എത്ര? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 4 ടെസ്ല ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെക്ടാങ്കുലർ ലൂപ്പ് ലെങ്ത് 2.5 മീറ്റർ, വിഡ്ത്ത് 2 മീറ്റർ ആണ്. ഇൻറ്റു cos 60 ദാറ്റ് ഈസ് 1/2 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. ഇത് മക്കളെ ഇത് 10 കിട്ടും, ഇതും കട്ടായി പോകും, താഴെ ഒരു 10 ഉണ്ട്. സോ ഫൈനൽ ആൻസർ ഈസ് +1 വോൾട്ട് എന്ന് കിട്ടും. സോ ഓപ്ഷൻ 3 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എ ബോൾ ഓഫ് മാസ് 0.25 kg അറ്റാച്ച്ഡ് ടു ദി എൻഡ് ഓഫ് എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് 1.96 മീറ്റർ ഈസ് മൂവ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, അപ്പൊ അതായത് ഒരു സ്ട്രിങ്ങിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇതൊരു ഹൊറിസോണ്ടൽ സർക്കുലർ പാത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹൊറിസോണ്ടൽ സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. The string will break if the tension is more than 25 Newton. ഈ ബോബിൽ നിന്നും എവേ ആയിരിക്കും ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ടെൻഷൻ ഓൾവേസ് എവേ ഫ്രം ദ ബോബ് അല്ലെങ്കിൽ എവേ ഫ്രം ദ ബോഡിയാണ്, ടുവേർഡ്സ് സർക്കിളിന്റെ സെന്ററിലേക്കാണ്. അപ്പോൾ ആ ടെൻഷൻ അവിടുത്തെ എന്തായിട്ട് ആക്ട് ചെയ്യും? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം mv²/r ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് എത്ര ആവാം? 25. അതിലും എക്സീഡ് ചെയ്ത് അത് സ്ട്രിങ് ബ്രേക്ക് ആയി. വാട്ട് ഈസ് ദ മാക്സിമം സ്പീഡ് വിത്ത് വിച്ച് ബോൾ ക്യാൻ ബി മൂവ്ഡ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. വെലോസിറ്റി കാണാനാണ് ചോദിച്ചത്. അപ്പോൾ വെലോസിറ്റി കാണാൻ ഇക്വേഷൻ എന്താ? √f × r ഡിവൈഡഡ് ബൈ m ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, റിലേഷൻ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടോ? എഫ് 25 ആണ്. റേഡിയസ് 1.96. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1.96 ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നത് 0.25 ആണ്. ഈ രണ്ട് നമ്പറൂടെ പോയിന്റ് വാല്യൂസ് അങ്ങ് മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 25 കട്ട് ചെയ്യാം. അപ്പൊ √196 എന്ന് കിട്ടും. √196 എന്ന് പറഞ്ഞാൽ 40 മീറ്റർ പെർ സെക്കൻഡ്.
വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കളെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണും. പക്ഷേ ഞാൻ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്തിട്ട് ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, വേറെ ഒന്നിനും വേണ്ടിയല്ല. ചില ആൾക്കാർ മേ ബി ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിട്ട് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് കയ്യിലോട്ട് വെക്കും, എന്നിട്ട് സൊല്യൂഷൻ ആദ്യമേ കാണാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കാണാം. അപ്പോൾ അവരും അല്ലെങ്കിൽ അവർക്കിട്ടൊരു പണി കൊടുത്താന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവസാനത്തെ 5 ക്വസ്റ്റ്യൻസ് അതിൻ്റെ സൊല്യൂഷൻ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലായിട്ട് കാണും. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും അതിൻ്റെ സൊല്യൂഷൻ ഞങ്ങൾ തരും. ഇനി അതല്ല, നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 100% ഷുവർ നാളെ ഈവനിങ് 8 മണിക്ക്, കൃത്യം 8 മണിക്ക് ആ അവസാനത്തെ 5 ക്വസ്റ്റ്യൻ്റെ വീഡിയോ ഡിസ്കഷനും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, മാക്സിമം ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളാലാവുന്ന പോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.